ഹിജാബ് വിവാദം കേരളത്തിൽ പടരുകയാണ്. വിഷയത്തിൽ ക്യാമ്പയിൻ ആരംഭിക്കുകയാണ് സമസ്ത. തട്ടത്തിൻ മറയത്തെ വർഗീയത എന്ന പേരിലാണ് ചർച്ച സംഘടിപ്പിക്കുന്നത്. കേരള മുസ്ലിം എംപ്ലോയീസ് അസോസിയേഷനാണ് അതിൻ്റെ സംഘാടകർ. ഹിജാബ് വിലക്കുന്ന നടപടി ഏതൊക്കെ സ്കൂളുകളിൽ നടക്കുന്നു എന്നവർ കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. സ്കൂളുകളുടെ കണക്കെടുപ്പാണ് സമസ്ത നടത്തുന്നത്. സമസ്തയുടെ കീഴിലുള്ള യുവജന വിദ്യാർത്ഥി സംഘടനകൾ വഴിയാണ് ഈ കണക്കെടുപ്പ് നടക്കുന്നത്. ശിരോവസ്ത്രത്തെ പേടിസ്വപ്നമാക്കി ചിത്രീകരിക്കാനുള്ള ഹീനമായ ശ്രമമാണ് സ്കൂളുകളിൽ നടക്കുന്നത് എന്നാണ് സമസ്തയുടെ ആരോപണം. ശിരോവസ്ത്രത്തിന് വേണ്ടി വാദിക്കുന്നവരെ വർഗീയവാദികളാക്കി ആക്ഷേപിക്കുന്നു. കേരളത്തിൽ മുസ്ലിം മതസ്വാതന്ത്ര്യത്തെ ഹനിക്കാൻ ആസൂത്രിത ശ്രമം നടക്കുന്നുണ്ടോ എന്നാണ് പൊതുവേദി ഇന്ന് ചോദിക്കുന്നത്. തട്ടമിട്ട് പെൺകുട്ടികൾ സ്കൂളിലെത്തിയാൽ സഹപാഠികൾക്ക് പേടിയാകുമെന്ന ആഖ്യാനം കേരളത്തിൽ പ്രചരിക്കുന്നുണ്ടോ? സ്ത്രീകളുടെ മതവസ്ത്ര സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിൽ സ്ത്രീകളെ കാണാത്തത് എന്തുകൊണ്ട്? സ്ത്രീകൾക്ക് വേണ്ടി പുരുഷന്മാർ പോരാടേണ്ട പരിമിത രാഷ്ട്രീയ സാഹചര്യമാണോ വിദ്യാസമ്പന്ന കേരളം? ഹിജാബ് വിലക്കുന്നത് കേരളത്തിലെ സ്ത്രീകൾ ഗൗരവത്തോടെ ചർച്ച ചെയ്യുന്ന വിഷയമാണോ? അതോ കേരളത്തെ പിളർത്തുന്ന മതശാഠ്യം മാത്രമാണോ ഹിജാബ്? ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നു. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. എൻ്റെ ആദ്യ കോളർ ശ്രീ മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്ന്. ശ്രീ മുഹമ്മദ്, ഹിജാബ് വിവാദത്തിൽ ഒരു ക്യാമ്പയിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടോ? അത് ജനങ്ങൾ അത്രമാത്രം ഭയക്കുന്ന ഒരു വസ്ത്രധാരണ രീതിയാണെന്ന സംശയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് ശരിയാണോ ശ്രീ മുഹമ്മദ്? നമസ്കാരം. ദീപാവലി ആശംസകൾ നേരുന്നു. ഹാപ്പി ദീപാവലി ശ്രീ മുഹമ്മദിനും കുടുംബത്തിനും മഞ്ചേരിയിലെ നല്ലവരായ എല്ലാ ജനങ്ങൾക്കും നമ്മുടെ പൊതുവേദിയുടെ ദീപാവലി ആശംസകൾ അറിയിക്കണം. താങ്ക്സ് സാറേ. ഇത് പ്രശ്നം അത് വലിച്ചു കെട്ടി കൊണ്ടുപോവാണ് പ്രശ്നം. അതായത് അത് എങ്ങനെയും ചുരുങ്ങാൻ വേണ്ടിയിട്ടാണ് അതിന് ഏത് സ്കൂളിലാണെങ്കിലും അതിന് പോകാം എന്നുള്ളത് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞിട്ടുള്ളത്. അതിന് തെറ്റില്ല എന്നും പറഞ്ഞു. അതിന്റെ അതേ വസ്ത്ര അത് ധരിച്ചോട്ടെ എന്നുള്ളത് അത് ആരും ധരിപ്പിച്ചാലും നടക്കുന്നില്ല ആ കുട്ടിക്ക്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞതാണ്. ശരി, ഓക്കെ, വ്യക്തമാണ് അങ്ങയുടെ അഭിപ്രായം. അപ്പൊ നമ്മുടെ ഇതേ മുരളി കൊല്ലത്ത് നിന്ന് ചേരുന്നുണ്ട്. ശ്രീ ഇതേ മുരളി. നമസ്കാരം. അപ്പൊ നാഷണലിസ്റ്റ് ജനതാദൾ ഈ വിഷയം ചർച്ച ചെയ്തോ ശ്രീ ഇതേ മുരളി? സാറേ, നാഷണൽ ജനതാദള് ഇപ്പൊ വടക്ക് സമര പരിപാടികളിൽ നിൽക്കുകയാണ്. പിന്നെ ശബരിമല പ്രശ്നത്തില് കട്ട സ്വർണ്ണങ്ങൾ മൊത്തവും കൊണ്ടുവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പദയാത്രകളും സമരങ്ങളും നടന്നുകൊണ്ടിരിക്കുക നാഷണൽ ജനതാദൾ നേതൃത്വത്തിൽ. അത് ശരി, സ്വർണ്ണമൊക്കെ കിട്ടുമോ? കട്ടതൊക്കെ കിട്ടുമോ ശ്രീ ഇതേ മുരളി? അത് തിരിച്ചു പിടിക്കാൻ പറ്റുമല്ലോ. ഇത് എന്തുകൊണ്ടും വിഴുങ്ങാൻ ഒക്കത്തില്ലല്ലോ. സ്വർണ്ണം എവിടെങ്കിലും ഇരിക്കുമല്ലോ. അത് കൊണ്ടുപോയവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. കാര്യം ഇന്നത്തെ യഥാർത്ഥത്തിൽ മെയിൻ വിഷയം അത് തന്നെയാണ്. കാര്യം കോടാനുകോടി അയ്യപ്പ ഭക്തന്മാരുടെ മുതലാണ് മോട്ടിച്ചുകൊണ്ട് പോയിരിക്കുന്നത്. ഒരാൾക്കുള്ളതല്ല, സാറിന്റെയോ എനിക്കുള്ളയോ അല്ലെങ്കിൽ കേരളത്തിലുള്ള കുറെ ആൾക്കാർക്കുള്ളതല്ല, ലോകത്തെമ്പാടുമുള്ള അയ്യപ്പ ഭക്തരുടെ അവര് കൊടുത്തിട്ടുള്ള ഇതും ഒക്കെ ആയിട്ടുള്ളതായ ഇതാണ് മോട്ടിച്ചുകൊണ്ട് പോയിരിക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ കേരളത്തിന്റെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഈ സ്വർണം ഭരണാധികാരികൾക്കുള്ള CPM നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡിന്റെ ഭരണാധികാരികൾക്കുള്ള കൊള്ളയാണ് യഥാർത്ഥ വിഷയം. അപ്പൊ അതിനെതിരെയാണ് താങ്കളുടെ നാഷണലിസ്റ്റ് ജനതാദൾ പ്രക്ഷോഭ രംഗത്താണ് അല്ലേ? അതെ. ശരി, അപ്പൊ നമ്മള് ആ വിഷയം നമുക്കൊരു കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പൊ ഈ പുതിയ വിഷയം അത് ചർച്ച ചെയ്യുമ്പോൾ സാർ ഒരു കാര്യം ശ്രദ്ധയില്ല. ഈ ശബരിമലയിലുള്ള കൂടാനുകൂടി അയ്യപ്പ ഭക്തരെ സംബന്ധിച്ച് ഈ ഒരു ദിവസമല്ല, 2 ദിവസമല്ല, 3 ദിവസം ചർച്ച ചെയ്താലും അത് മതിയാവത്തില്ല. കാര്യം അത്രയ്ക്ക് വളരെ വലിയ വിഷയമാണ്. പിന്നെ കൂടുതൽ ചർച്ച ചെയ്തത് പിന്നെ 7 മണിക്കുള്ള പ്രൈം ഡിബേറ്റിലാണ്. പിന്നെ നമ്മുടെ പൊതുവേദിയിലാണ് അത് അതിനെക്കാട്ടി കൂടുതൽ വളരെ വിശദമായി നമ്മൾ പലതവണ ചർച്ച ചെയ്തതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതായാലും അതൊരു ഗൗരവമേറിയ വിഷയമാണ്. ആയിരക്കണക്കിന് ആളുകൾ ഒരു ആശ്രയം എന്ന് കരുതുന്ന, ആയിരമല്ല ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് മനുഷ്യർ ഏക ആശ്രയം എന്ന് കരുതുന്ന ഒരു ദേവസന്നിധിയിൽ നിന്ന് ഈ സ്വർണ്ണമൊക്കെ അടിച്ചുകൊണ്ട് പോകാന്ന് വെച്ചാൽ ശരി. അപ്പൊ നമ്മുടെ ഈ വിഷയം മാറിയതുകൊണ്ടാണ്. ഓക്കെ, ഏതായാലും അത് അങ്ങ് പറഞ്ഞ വിഷയം പ്രധാനപ്പെട്ടത് തന്നെ. ദിവാകരൻ എന്നോടൊപ്പം ചേരുന്നത് തലശ്ശേരിയിൽ നിന്ന്. ശ്രീ ദിവാകരൻ.
അതിന്റെ ഒന്ന് ഔട്ട്ലൈന് പറ സാർ. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. അത് PCR താങ്കൾക്ക് തരും. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ ഹിജാബ് വിവാദം ആണ് പ്രധാനമായി ചർച്ച ചെയ്തിരുന്നത്. അത് ഈ കുട്ടികൾ, അവിടെ നിന്ന് കൂടുതൽ കുട്ടികൾ ഇന്ന് TC വാങ്ങി പോകുന്നു എന്ന ആശങ്ക അവിടെ നിലനിൽക്കുകയാണ്. കേരളത്തിൽ ഈ വിഷയം ഒരു വലിയ ചർച്ചാ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരികയാണ്. അപ്പോൾ നമ്മൾ പൊതുവേ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് ഈ ഇസ്ലാമോഫോബിയ എന്നത്. അത് ലോകത്ത് ചിലയിടത്തൊക്കെ ഉണ്ട് എന്ന ചില ആരോപണങ്ങൾ അങ്ങനെ വരുന്നു. ഷിയാദ് എന്നോടൊപ്പം കൊല്ലത്ത് നിന്ന് ചേരുകയാണ്. ഷിയാദേ, പറഞ്ഞോളൂ. ഇത് ഈ ഹിജാബിനെ കേരളം പേടിക്കുന്നുണ്ടോ ഷിയാദ്? ഹിജാബിനെ കേരളമല്ല, ലോകത്താരും പേടിക്കത്തില്ല. പിന്നെ എന്താണ് ഇങ്ങനെ ഒരു ക്യാമ്പയിൻ നടത്തേണ്ട ഒരു കാര്യമുണ്ടോ? നമുക്ക് ഹിജാബ് തട്ടത്തിൻ മറയത്ത് ഒരു വർഗീയത എന്ന തരത്തിൽ ഒരു ക്യാമ്പയിൻ ഈ സമസ്ത നടത്തുന്നത് എന്തുകൊണ്ടായിരിക്കും? ഹലോ, പറയൂ. ഹിജാബ് ഇപ്പം കേരളത്തിലെ ഒരു ഇന്ത്യയിൽ മുഴുവൻ മതേതരത്വ സ്വഭാവമുള്ള മതേതരത്വ ആശയങ്ങളിൽ എന്താണ് അവരെ ഇങ്ങനെ അവർക്ക് ഇങ്ങനെ തോന്നാൻ കാരണം എന്താണ്? ഇങ്ങനെ ഇത് വിലക്കുന്ന സ്കൂളുകളുണ്ടോ? അത് കണ്ടെത്താൻ ഇതിനെതിരെ ഒരു ക്യാമ്പയിൻ നടത്തുന്നു, ആളുകളെ ബോധവൽക്കരിക്കേണ്ട ഒരു ആവശ്യമുണ്ടോ? ഇത് അവരെയല്ല, ഇപ്പൊ തന്നെ നമ്മൾ ഇന്നലെയുമായിട്ട് നിങ്ങളെ ന്യൂസിൽ ഉൾപ്പെടെ കാണിക്കുന്നുണ്ട്. അതായത് ആ സ്കൂളിൽ നിന്നും 2 കുട്ടികൾ കൂടി TC വാങ്ങി പോകുന്നു. TC വാങ്ങി പോകുന്ന കുട്ടികൾ എവിടേക്കാണ് പോകുന്നത്? സഭയുടെ തന്നെ മറ്റൊരു സ്കൂളിലേക്കാണ് പോകുന്നത്. അപ്പം സഭയോ അല്ലെങ്കിൽ കേരള പൊതുസമൂഹമോ ഇന്ത്യയിലെ പൊതുസമൂഹമോ ഇതിന് യാതൊരുവിധ എതിരുമില്ല. അപ്പൊ ഞാൻ ചോദിക്കുന്നത് പിന്നെ എന്താ ഒരു ക്യാമ്പയിൻ അസ്ഥാനത്താണെന്നാണോ താങ്കൾക്ക് തോന്നുന്നത്? അങ്ങനെ ഉള്ളവർക്കെങ്കിലും ആ പ്രിൻസിപ്പലിനെ നമ്മൾ കണ്ടായിരുന്നല്ലോ, പ്രിൻസിപ്പലിന്റെ വാർത്താ സമ്മേളനം കണ്ടായിരുന്നു. 9 വയസ്സുകാരിയെടുത്ത് എന്തോ ഒരു ലോകമഹായുദ്ധം ജയിച്ച മാതിരിക്കുള്ള ഒരു ഭാഷ, ഒരു ബോഡി ലാംഗ്വേജും ആ രീതിയിലാണ് ആ പ്രിൻസിപ്പൽ സംസാരിച്ചത്. അപ്പം അതിന് അവിടെ ഞാൻ ചോദിക്കുന്നത് അത് സംസാരിച്ച സംഭവം നമ്മൾ ചർച്ച ചെയ്തു. ഞാൻ ചോദിക്കുന്നത് ഇതിൽ ഇപ്പോൾ ഒരു ക്യാമ്പയിൻ നടത്താൻ മാത്രം ഭീതിതമായ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടോ? ഈ സമരങ്ങൾ വേറൊന്ന് എന്നെ ആശയപ്പെടുത്തുന്നത് ഒരിക്കലുമില്ല. ഇന്ത്യയിൽ, കേരളത്തിൽ ഒട്ടുമില്ല. ഇന്ത്യയിൽ തന്നെ ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ പല ഭാഗത്തും ഉണ്ടായിട്ടുണ്ടാകാം. അത്രയേ ഉള്ളൂ. അല്ലാതെ ഒരു സംബന്ധിച്ചിടത്തോളം മതവിഭാഗത്തെ അപ്പൊ ഹിജാബ് ധരിച്ചു വരുന്ന ഒരു പെൺകുട്ടിയെ അങ്ങനെ പേടിക്കേണ്ട സാഹചര്യം ഒന്നും കേരളത്തിൽ ഇല്ല എന്ന് എല്ലാവർക്കും പറയാം. ഒരിക്കലുമില്ല. അതെല്ലാം ഒരു ദിവ്യ സ്വപ്നമാണ്. പക്ഷേ ചില ആളുകൾ എന്നോട് പറയുന്നത് ഇനിയിപ്പോൾ ഇത് പറഞ്ഞാൽ പിന്നെ ഇത് കഴിഞ്ഞ അടുത്ത വസ്ത്രത്തിലേക്ക് പോകും. അങ്ങനെ മതശാഠ്യങ്ങൾ ഒന്നിൻ്റെ പുറകെ ഒന്നായി വന്ന് ഇതൊരു അതുകൊണ്ട് തുടക്കത്തിലെ ഇത് തടയുന്ന ഒരു രീതിയാണോ എന്ന് സംശയിക്കുന്നവരുണ്ട്. അവരോടുള്ള അങ്ങയുടെ മറുപടി എന്താണ്? അതായത് നമ്മളെ ഇന്ത്യ എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ മതേതരത്വ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയുടെ ഭരണഘടനാ പ്രകാരം ഇന്ത്യയിലുള്ള മുഴുവൻ ഏത് മതത്തിൽ വിശ്വസിച്ചാലും അവർക്ക് അവരുടെ രീതിയിലായിട്ടുള്ള ജീവിത രീതിയിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ് ഇന്ത്യ. അതിൽ പ്രത്യേകിച്ച് 29 സ്റ്റേറ്റുകളുള്ളത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ മതേതരത്വം പരമായിട്ട് ജനങ്ങൾ ജീവിക്കുന്നത്. ഇത് ഏതാനും ചില ഛിദ്രശക്തികളുടെ അതായത് ഇവിടുത്തെ ഏറ്റവും വലിയ 2 സമുദായങ്ങളാണ് മുസ്ലിമും ക്രിസ്ത്യനും. അവരെ തങ്ങളിൽ ഇതാക്കാൻ വേണ്ടിയുള്ള ഒരു ഇതാണ് ഇതിന്റെ പിന്നിൽ നടന്നിരിക്കുന്നത്. അല്ലാതെ ഈ മാനേജ്മെന്റ് ആണ്. ഈ മാനേജ്മെന്റിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ആ പ്രിൻസിപ്പളിലും അവിടുത്തെ ആ PTA പ്രസിഡന്റിനോട് കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചോദിച്ചിട്ട് അദ്ദേഹത്തിന് കറക്റ്റ് ചെയ്യാൻ പറ്റിയില്ലല്ലോ. ശരി, വ്യക്തമാണ് അങ്ങയുടെ അഭിപ്രായം. അപ്പം മൊയ്തീൻ കുഞ്ഞ് എന്നോടൊപ്പം കായംകുളത്ത് നിന്ന് ചേരുന്നു. ശ്രീ മൊയ്തീൻ കുഞ്ഞ്, അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഒരു പ്രേക്ഷകൻ പറഞ്ഞാൽ ആർക്കും അങ്ങനെ വലിയ വിവാദമായൊരു വിഷയമൊന്നുമല്ല, ഹിജാബ് ധരിക്കുന്ന കണ്ടാൽ ആരും പേടിക്കുമൊന്നുമില്ല. പിന്നെ ഒരു ക്യാമ്പയിൻ നടത്തി ഇത് ഇങ്ങനെ ഒരു തർക്ക വിഷയം ആക്കി നിലനിർത്തുമ്പോൾ അത് പിന്നെ കൂടുതൽ പ്രയാസങ്ങൾ സൃഷ്ടിക്കുമോ? അതോ ഈ ക്യാമ്പയിനിലൂടെ ആളുകൾ കാര്യങ്ങൾ അവരുദ്ദേശിക്കുന്ന തരത്തിൽ ബോധ്യപ്പെടുമോ? നമസ്കാരം കിരണേ. നമസ്കാരം. ശരി, എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്, അങ്ങ് പെട്ടെന്ന് മറുപടി പറയണം. ഇതെന്ന് പറഞ്ഞാൽ ഈ ഒരു കുട്ടി ഹിജാബ് ധരിച്ചുകൊണ്ട് സ്കൂളിൽ ചെന്നാൽ മറ്റു കുട്ടികൾ അങ്ങ് ചോദ്യത്തിനല്ല ഞാൻ ചോദിക്കുന്നത്, ഈ ഇതിൽ സമസ്ത ഇങ്ങനെ ഒരു വലിയ പ്രചരണം നടത്തേണ്ട ആവശ്യമുണ്ടോ? അല്ല, ഇങ്ങനെ ഒരു പ്രചരണം നടത്തേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇത് ഈ മുസ്ലിം സമുദായത്തിന് ആവശ്യമുള്ളൊരു കാര്യമാണിത്. അപ്പൊ അതിനെതിരെയാണോ കേരളത്തിലെ ജനങ്ങൾ? കേരളത്തിലെ ജനങ്ങളും മാത്രം ഇത് ഇത്രയും വഷളാക്കി കൊണ്ടുവന്നത് PTA പ്രസിഡന്റും സ്കൂൾ അധികൃതരും. അല്ല, ഞാൻ ചോദിക്കുന്നത് അത് അവിടുത്തെ ഒരു ചെറിയ വിഷയം മാത്രമല്ലേ, അത് കേരളത്തിൽ ഒരു വലിയ ചർച്ചയാക്കി പ്രചാരണ ആയുധമാക്കി വരേണ്ട സാഹചര്യം കേരളത്തിലുണ്ടോ? കേരളത്തിലെ മതമനസ്ഥിതി അങ്ങനെ മാറിയോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങളിപ്പം ഇത് 5ാമത്തെ ദിവസമാണ് ഈ ഒരു സംഗതി ചർച്ച. അപ്പൊ അത് 4 ദിവസം കൊണ്ട് നിർത്തണമായിരുന്നു എന്നാണ് അങ്ങയുടെ അഭിപ്രായം?
അല്ല എന്നുള്ളതല്ല, ആ ഈ ഒരു വിഷയം തന്നെ ഇപ്പൊ നിങ്ങൾ 5-ാമത്തെ ദിവസമാണ് ചർച്ചയ്ക്ക് എടുക്കുന്നത്. ശരിയാണോ തെറ്റാണോ ഞാൻ ഈ പറഞ്ഞത്? ശരിയായിരിക്കാം. ഇത് ഇങ്ങനെ ഈ ചർച്ചയിൽ പോകുന്നതാണ് ഇത്രയും വഷളായിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മളിപ്പോ ഇങ്ങനെ ഒരു വലിയ ക്യാമ്പയിൻ വരാൻ പോകുന്നു, സ്കൂളുകളുടെ കണക്കെടുക്കുന്നു, ഏതൊക്കെ സ്കൂളുകളാണ് ഹിജാബ് ധരിക്കാൻ സമ്മതിക്കാത്തത്, അവരെ പറ്റി പഠിക്കാൻ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആ വാർത്ത കണ്ടില്ലെന്ന് അടിച്ചാൽ മതിയായിരുന്നു അല്ലേ? അത് നല്ല കാര്യം തന്നെ. ആ വാർത്ത കണ്ടില്ലെന്ന് അടിക്കണമെന്നായിരുന്നു ശ്രീ മൊയ്തീൻ കുഞ്ഞ് ഉദ്ദേശിക്കുന്നത്. അവിടുത്തെ അധ്യാപികമാര് ശരി, അല്ല അതല്ല അങ്ങ് ഈ ചോദ്യം ശ്രദ്ധിക്കുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങക്ക് പറയാനുള്ളതൊക്കെ അങ്ങ് പറയുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത് അങ്ങ് ചോദിക്കുന്നതിന് ഞാൻ മറുപടി പറയണമെങ്കിൽ ഞാൻ ചോദിക്കുന്നതിന് അങ്ങും കൂടി മറുപടി പറയണമല്ലോ. ശരി, അപ്പൊ അങ്ങ് പറയുന്നത് ഇത് ചർച്ച ചെയ്യേണ്ടെന്നാണല്ലോ അല്ലേ? അങ്ങനെ ചർച്ച ചെയ്യേണ്ടാത്തൊരു വിഷയത്തിലേക്ക് അങ്ങ് ഫോൺ ചെയ്ത് ചർച്ചയിൽ പങ്കെടുക്കുകയാണ്. കൊള്ളാം, ശരി. എന്തൊരു ന്യായീകരണമാണ്. സന്തോഷ് കാസർഗോഡ്. സന്തോഷേ, ഹലോ. ഇവിടെ എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, ഈ പോരാട്ടം മതസ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ്, ഒരു മതവസ്ത്ര രീതിക്ക് വേണ്ടിയാണ്. പക്ഷേ കേരളത്തിലെ സ്ത്രീകൾ ഇതിലെന്താണ് ഗൗരവമായി പങ്കെടുക്കാത്തത്? ഇത് ആരാണ് എടുത്തിട്ടെന്ന് കൂടെ ചിന്തിക്കണം. ഈ പ്രശ്നം ആരാണ് അവിടെ എടുത്തിട്ടതെന്നും കൂടെ ചിന്തിക്കണം. അല്ല, അതൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് കേരളത്തിനൊക്കെ ഏറെക്കുറെ ബോധ്യം വന്നൊരു കാര്യമാണ്. അവിടെ നിന്നൊക്കെ പ്രശ്നം അവസാനിച്ച് അത് കോടതിയുടെ മുന്നിൽ നിൽക്കുകയാണ്. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഒരു വലിയ ക്യാമ്പയിൻ സമസ്ത സംഘടിപ്പിക്കുന്നു, ആളുകൾക്കിടയിൽ ഇങ്ങനെ ഒരു ഹീനമായ രീതിയിൽ ഇതിനെ മാറ്റിമറിക്കാനൊക്കെ ശ്രമം നടക്കുന്നു. അപ്പോൾ അതിനെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന തരത്തിൽ തട്ടത്തിൻ മറയത്ത വർഗീയത എന്ന പേരിൽ ചർച്ച നടത്തുന്നു. ആ ചർച്ചയൊക്കെ അങ്ങനെ നടത്തി മാറ്റേണ്ട ഒരു സാഹചര്യം കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞോ എന്നാണ് എൻ്റെ ചോദ്യം. ഒരിക്കലുമില്ല. ഇങ്ങനെ ഒരു ചർച്ച ഇതൊരു അനാവശ്യ ചർച്ച തന്നെയാണ്. കാരണം ഇവര് ഈ തട്ടത്തിൻ മറയത്ത് വർഗീയത എന്ന് പറയുന്ന ഇത് ക്യാമ്പയിൻ നടത്തുമ്പോൾ ഓപ്പോസിറ്റ് ഇതേപോലെ നടത്തും. ഇതിൽ രണ്ടിലും വർഗീയ സംഘടനകളുണ്ട്, ശക്തികളുണ്ട്. അവർക്കാണ് ഇത് പ്രയോജനപ്പെടുക, അല്ലാണ്ട് വേറെ ആർക്കുമല്ല. ജനങ്ങൾക്കൊന്നും യാതൊരു പ്രശ്നവുമില്ല. ഇത് മുസ്ലിങ്ങൾക്ക് തന്നെ യാതൊരു പ്രശ്നമില്ല. ഞാൻ പറയാം, മുസ്ലിം സ്കൂളുകളിൽ തന്നെ ഇപ്പൊ തട്ടമിടാണ്ട് പോകുന്നവരില്ലേ? അങ്ങയുടെ അഭിപ്രായം വ്യക്തമാണ്. ദിവാകരൻ എന്നോടൊപ്പം ചലശ്ശേരിയിൽ നിന്ന് ചേരുന്നു. ശ്രീ ദിവാകരൻ, ചുരുങ്ങിയ വാക്കുകളിൽ. സാറേ, അതായത് ഇന്ത്യൻ പട്ടാളത്തിന്റെ കരസേന, വ്യോമസേന, നാവികസേന പ്രത്യേക യൂണിഫോം ഇല്ല. അത് ഒരാൾ മാറി വരൂല. സ്കൂളിന് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇല്ലേ സാറേ? അല്ല, അതല്ല ചോദ്യം. അങ്ങ് ഉത്തരം മറുപടി വേറെന്തോ ആണ് പറയുന്നത് ഞാൻ വിചാരിക്കും. അത് വേറൊരു സംഭവത്തിലേക്കാണ് അങ്ങ് പറയുന്നത്. ഓക്കെ, ശരി. അപ്പോൾ ഈ കേസ് ഏതായാലും കോടതിക്ക് മുന്നിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ മതശാഠ്യങ്ങൾ ആണോ ഇത് വിഷയം എന്ന തോതിൽ അവിടെ ചർച്ച ഉയരുകയാണ്. അതേസമയം അത് സ്ത്രീകളുടെ ഒരു സ്വാതന്ത്ര്യമാണ് എന്ന തരത്തിൽ ചില പ്രഖ്യാപനങ്ങളും വരികയും ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ മൈക്കിൾ കേൾക്കാമോ? ശ്രീ മൈക്കിളിന് എന്ത് തോന്നുന്നു? കേരളത്തിൽ ഇത് വലിയ വിഷയമായി ചർച്ച ചെയ്യേണ്ട ഒരു സംഭവമായി മാറി, ഭീതിപ്പെടുത്തുന്നു, പേടിപ്പിക്കുന്നു. ആളുകൾ ഇങ്ങനെ ഹിജാബ് ഇട്ട് വന്നാൽ അതെന്തോ ഭയങ്കര സംഭവമാണെന്ന തരത്തിലൊക്കെയുള്ള പ്രചരണങ്ങൾ ഉണ്ടോ? അതിനെതിരെ ഒരു പൊതു ക്യാമ്പയിൻ്റെ ആവശ്യമുണ്ടോ? എന്താണ് തോന്നുന്നത്? സാർ നേരത്തെ ഒരു വ്യക്തിയുടെ ടെലിഫോണിൽ എന്തോ പ്രശ്നം കേൾക്കുന്നില്ല. ടെലിഫോണിൽ എനിക്ക് എന്തോ കാര്യമായ പ്രശ്നം നേരിടുന്നു. അങ്ങ് റേഞ്ചിലല്ലേ? ശരി, ഓക്കെ, ഞാൻ അങ്ങയിലേക്ക് മടങ്ങി വരാൻ. റഫീഖ് എന്നോട് പറയുന്നു, കണക്കെടുത്ത് സർക്കാരിന് പരാതി നൽകാൻ വേണ്ടിയാണ് അവർ ശ്രമിക്കുന്നത്. അടുത്ത കണ്ടന്റ് കിട്ടിയാലേ പെട്ടെന്ന് തട്ടിക്കോ, വർഗീയത കലക്കി വിട്ടോ എന്നൊക്കെ എന്നോട് പറയുന്നുണ്ട്. അങ്ങനെ വർഗീയത കലക്കി വിടാതിരിക്കാനും കേരളത്തിലെ മനുഷ്യ മനസ്സുകളെ ഒന്നിച്ചു നിർത്താനും പുരോഗമനവും അതുപോലെ വികസനവുമാണ് നാടിൻ്റെ പ്രധാന ആവശ്യമെന്ന് ബോധ്യപ്പെടുത്താനും കൂടിയാണ് നമ്മൾ പൊതുവേദി നടത്തുന്നത്. അങ്ങനെ വിഷയദാരിദ്ര്യമുള്ളതുകൊണ്ട് വർഗീയത തട്ടിവിടാൻ വേണ്ടിയല്ല എന്ന് റിയാസ് മനസ്സിലാക്കണം. അത് റിയാസിൻ്റെ മാത്രം ചിന്താഗതിയാണ്. ഹോപ്പ് യു ആൻഡ് യുവർ ന്യൂസ് 18 ആർ ഹാപ്പി, യു ടാർഗറ്റ് ഗോട്ട് സക്സസ്, ഓൾ ക്രെഡിറ്റ് ഗോസ് ടു മഞ്ജുഷ് ഗോപാൽ എന്നാണ് പറയുന്നത്. ഓക്കെ, ഹിജാബ് എന്തിനാണ് ഹിജാബ് എന്ന് പറയുന്നത്? വസ്ത്രം എന്തിനാണ് ആവശ്യം? എന്ന് പറയുന്നത് വസ്ത്രം എന്താവശ്യത്തിനാണ് ഉള്ളത് എന്നൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ന്യൂസ് 18 ദീപാവലി ആശംസിക്കുന്നുണ്ട് ചിലരൊക്കെ. അപ്പോൾ ഗൗതം എനിക്ക് ചില സന്ദേശങ്ങൾ അയക്കുന്നു, ജയകുമാർ ചില സന്ദേശങ്ങൾ അയക്കുന്നു. മൈക്കിൾ കേൾക്കാമോ? എനിക്ക് തോന്നുന്നു മൈക്കിളിൻ്റെ ഫോണിന് എന്തോ തകരാറ് പറ്റിയെന്ന് തോന്നുന്നു. ഓക്കെ, ശ്രീ ദാസനുമായിട്ട് സംസാരിച്ചിട്ട് കുറച്ച് ദിവസമായിരുന്നു തോന്നുന്നു അല്ലേ? ശ്രീ ദാസന്റെ ചില കുറ്റസമ്മതമൊക്കെ ഞാൻ ഈ അടുത്ത് കേട്ടു. സാരമില്ല.
അതെ എന്നെ മാനസികമായി തന്നെ ഒരുപാട് വേദനിപ്പിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു പച്ചയായ മനസ്സിലാണ്. സാരമില്ല, പോട്ടെ. അപ്പൊ ഏതായാലും അത് മാറിയല്ലോ. ഒരിക്കലും അത് വാക്കുകളുടെ വാക്കാണ്, നമുക്കത് വേറെ വാക്കില്ല. അപ്പോ മനു, ഞാൻ ഈ പറയുന്നത് എനിക്ക് എന്റെ അറിവില്ലായ്മ കൊണ്ടതല്ല. ഈ ഹിജാബ് ഞാൻ മനസ്സിലാക്കിയത് ഈ മറ്റേ ഈ പർദ്ദയാണ് അല്ലേ? അല്ല, തട്ടം മാത്രമാണെങ്കിൽ ഞാൻ ആ പെൺകുട്ടീന്റെ ഭാഗത്താണ്. കാരണം തട്ടം മാത്രമാണെങ്കിൽ അല്ല, ഞാൻ പെൺകുട്ടിയുടെ ഭാഗത്ത് അത് കോടതിക്ക് മുന്നിലിരിക്കുന്ന ഒരു വിഷയമാണ്. ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെ ഹിജാബ് എന്ന് പറഞ്ഞ് കേരളം ഭയക്കുന്നുണ്ടോ? ഇപ്പോൾ ഒരു പെൺകുട്ടി തട്ടമിട്ട് വന്നാൽ ആ ഒരു ആശങ്കയോടുകൂടിയാണ് കേരളം നോക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഒരു ക്യാമ്പയിൻ നടത്തേണ്ട ഒരു സാഹചര്യമുണ്ടോ? അങ്ങനെ ഒരു ക്യാമ്പയിൻ വഴി എന്താ സന്ദേശമാണ് ലോകത്തിന് നൽകുന്നത്? അതാണ് എൻ്റെ ചോദ്യം. ഇല്ല, ഇതിന്റെ ആവശ്യമില്ല. കാരണം നമ്മുടെ നാട്ടിൽ ഒന്നാമത് ഇവിടെ നമ്മൾ എല്ലാ ആൾക്കാരും ഈ നിസ്സാര കാര്യം ചെറിയ കുഞ്ഞു ഒരു കുരുവാണ് അതിനെ വലിയ മാതി പൊന്നാക്കാൻ പോകണ്ട്. കാരണം നമ്മുടെ നാട്ടിലെ ഒരു കലാപമില്ലാതെ ഇത് നമ്മളെ ശരിയായ ഒരു മതേതര കേരളമാണ്. ഈ നാട്ടിൽ ഇനിയും നമ്മളെ കുറെ അനാവശ്യമായ വിവാദങ്ങളിലേക്ക് ചർച്ച നമ്മളെ കൊണ്ടെത്തിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, വ്യക്തമാണ്. കൂടുതൽ പ്രേക്ഷകരിന്ന് കാത്തു നിന്നുകൊണ്ടാണ് ഷമിത്ത് എന്നോടൊപ്പം ചേരുന്നത് തലശ്ശേരി നിന്നാണ്. ഷമിത്തെ, നമസ്കാരം. അപ്പോൾ ഈ സമസ്തയുടെ ഒരു ആരോപണം, ഇതൊരു പേടി സ്വപ്നമായി മാറുന്നു എന്ന തരത്തിൽ ആളുകൾ ചിത്രീകരിക്കുന്നു. ശിരോവസ്ത്രത്തിന് വേണ്ടി വാദിച്ചാൽ അവരെ വർഗീയവാദികളാക്കി ചിത്രീകരിക്കുന്നു. അപ്പോൾ പിന്നെ അതുകൊണ്ട് ഇത് എന്നൊരു വശത്ത് പറയുകയും മറുവശത്ത് ഇത് സമ്മതിക്കാത്തവരുടെ കണക്കെടുക്കുകയും ചെയ്യുന്നു. ഇതിൽ നിന്ന് ഷമിത്തിന് എന്താണ് ബോധ്യപ്പെടുന്നത്? ഞാൻ ഒരു പോയിന്റ് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അതായത് കാശ്മീർ കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത തീവ്രവാദ കേന്ദ്രമാണ് കേരളം. ഒരു കൊടുങ്കാറ്റിന് മുന്നേയുള്ള ശാന്തതയാണ്. അവിടെയുള്ള ഏറ്റവും വലിയ തീവ്രവാദ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ഒരു മതേതരത്തെ ആ പേര് നമ്മളെങ്ങനെയാ അങ്ങനെയൊക്കെ തീവ്രവാദം ഇവിടെ നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിനൊരു തീവ്രവാദ മുസ്ലിം ലീഗ് തീവ്രവാദ നിലപാടാണ്. SDP ഒരാളാണ് ടെസ്റ്റ് ഡോസ് ആയിട്ട് ഫസ്റ്റ് ഈ കുട്ടിയെ വിടുന്നത്. അതിന് തെളിവടക്കമുണ്ട്. ഷോൺ ജോർജ് വ്യക്തമായിട്ട് പറഞ്ഞാണ്. പിന്നെ CPM ഭരിക്കുന്ന പാർട്ടി ഇപ്പൊ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുകയാണ്. പറയുന്നത് ഇതൊരു തീവ്രവാദ ചിന്താഗതിയുടെ അപ്പോൾ ഈ ഇങ്ങനെ ഒരു ക്യാമ്പയിൻ്റെ ഒരു ആവശ്യമുണ്ട് എന്നാണ് അവർ പറയുന്നത്. തീവ്രവാദ ചിന്താഗതിയുടെ ഭാഗമായാണ് ഈ വിവാദം. അത് തന്നെയാണ്. നിങ്ങൾക്ക് ഇപ്പൊ ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റില്ല ഇവിടുന്ന്. പക്ഷേ അത് തന്നെയാണ് ഈ ഇന്ത്യയിലെ ചെറിയ കൊച്ചു സംസ്ഥാനമായ കേരളത്തിലെ സ്ഥിതി. എനിക്ക് ഓപ്പൺ ആയിട്ട് പറയാനൊന്നും എന്തെങ്കിലും പറയാൻ ഒരു തടസ്സവും തൽക്കാലമില്ല. പക്ഷേ അതിന് എനിക്ക് എന്നെ കൂടി ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയണം. എനിക്ക് ബോധ്യമില്ലാത്തൊരു കാര്യം ഞാൻ ഓപ്പൺ ആയിട്ട് പറയില്ല. എനിക്ക് ബോധ്യമുണ്ടെങ്കിൽ ഞാൻ ഓപ്പൺ ആയിട്ട് പറയും. അല്ല സാർ, അല്ല നിങ്ങൾ ടൈറ്റിൽ ഞാൻ പറയാം. ടൈറ്റില് മതേതരത്വ കേരളമാണ്. ഇന്ത്യ മതേതരത്വ ഇന്ത്യയാണ് മറ്റുള്ള എല്ലാവരെയും നമ്മൾ ഇവിടെ കൊണ്ടുവന്നത്. ഭാരത സംസ്കാരമാണ്, അതിന്റെ ഭാഗമാണ്. അല്ലാതെ കേരളത്തിലെ ഒരു വിപ്ലവ പാർട്ടി ഉണ്ടാക്കിയ മാറ്റങ്ങളൊന്നുമല്ല. അതൊക്കെ ഞാൻ അതിനൊന്നും ഞാൻ ചോദിക്കുന്നത് ഇവരുടെ പ്രവർത്തന ഫലം അതൊക്കെ സമ്മതിച്ചത് ഞാൻ ഇപ്പൊ അതിനൊന്നും എതിർപ്പില്ല. നമ്മളിപ്പോ വിഷയത്തിലേക്ക് വരൂ. ഈ ഹിജാബ് പിന്നെ ഒരു പേടി സ്വപ്നമാണ്, ഇത് ധരിക്കുന്നത് ഭയങ്കര പ്രശ്നമാണ് എന്ന തരത്തിലുള്ള ഒരു പ്രചരണം കേരളത്തിലുണ്ടോ? ഈ സൗദിയിൽ പോലും ഇപ്പൊ തട്ടോ ഹിജാബോ അങ്ങനെ ഇല്ല, മാറ്റം ഉണ്ട്. പക്ഷെ കൊച്ചു കേരളത്തിലാണ് ഈ അഫ്ഗാനിസ്ഥാൻ താലിബാൻ വരെ മാറ്റം വന്നു. ഇന്നലെ പത്രപ്രവർത്തനത്തിൽ വനിതകളെ വരെ ഉൾപ്പെടുത്തി. പക്ഷെ മീറ്റിംഗിൽ എത്ര വനിതകളെ ഉൾപ്പെടുത്തും? ഈ സമരത്തിലും വനിതകളില്ല. സ്ത്രീകളുടെ തട്ടം ഇടുക എന്നതാണ് പ്രധാന ആവശ്യം. അതിലും വനിതകളെ കാണുന്നില്ല. അതാണ് അല്ലേ? ശരി, ഓക്കെ. എനിക്ക് തോന്നുന്നു അങ്ങക്ക് ഓക്കെ. PA ജിനി വാടാനിപ്പള്ളി എന്നാണ് വിളിക്കുന്നത്. ജിനി, ശ്രീ ജിനിക്ക് എന്ത് തോന്നുന്നു? ഇതൊരു മതശാഠ്യമാണോ അതോ അതിനപ്പുറത്തേക്ക് ഇത് ഇങ്ങനെ ഒരു പ്രചരണം നടത്തുകയും പഠനം നടത്തുകയും ചെയ്യേണ്ട ഒരു വലിയ വിഷയമാണ് കേരളത്തിൽ എന്ന് തോന്നുന്നുണ്ടോ? സംസാരിക്കാമോ? പറയാലോ. ഇത് നമ്മളുടെ രാഷ്ട്രത്തിന് പണ്ടേ സംഭവിച്ചിട്ടുള്ള ഒരു വികലമായ പ്രായോഗികമാക്കലിന്റെ നമുക്ക് കുറെ ആളുകൾ കാത്തുകൊണ്ട് അങ്ങ് പെട്ടെന്ന് പറയണം. നമുക്കൊരു പ്രസംഗം പോലെ സമയം. രാഷ്ട്രം മതേതരം എന്ന് പറഞ്ഞാല് അത് മതഹിതമല്ലെന്ന് എല്ലാ ജനങ്ങളും ഭരണാധികാരികളും മനസ്സിലാക്കേണ്ടതാണ്. നമ്മളുടെ ഇവിടെ ഇപ്പോ ഇതര മതത്തെ രാഷ്ട്രമായിട്ടാണ് നോക്കുന്നത്. ഓരോ മതങ്ങൾക്കും ഓരോ കാര്യങ്ങളും പങ്കുവെച്ചു കൊടുക്കുകയാണ്, അല്ലാതെ മതേതരത്തല്ല. അതിനെ അർത്ഥം മാറ്റുകയും പ്രയോഗം മാറ്റുകയും ചെയ്യണം. മതനിരപേക്ഷത എന്ന് പറയുന്നത് അല്ല, അതാണല്ലോ നമ്മുടെ മതനിരപേക്ഷത എന്താണെന്നാണോ നമ്മുടെ ചർച്ച. ഇത് വിഷയത്തിലേക്ക് വരും. അതല്ല, അതിന്റെ ഭാഗമായിട്ടാണ് ഈ തരം പ്രശ്നങ്ങൾ വരുന്നത്. ഒരു മതത്തിന്റെ ചിഹ്നം ഉപയോഗിച്ചു കൊള്ളണം, അല്ലാന്നുണ്ടെങ്കിൽ അവര് ആ മതത്തിലെ ആളാവൂല എന്നുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമേ. അങ്ങനെ അവരെവിടെയെങ്കിലും പറയുന്നുണ്ടോ മതത്തിന്റെ ചിഹ്നം ഉപയോഗിച്ചില്ലെങ്കിൽ? അങ്ങനെ പറയാനുള്ള ശ്രമം നടത്തുന്നു എന്നാണോ അങ്ങ് ആക്ഷേപിക്കുന്നത്? അതെ, ഓരോ മതങ്ങളും അവരുടെ ഐഡന്റിറ്റിനെ അനാവശ്യമായിട്ട്
വലുതാക്കി കാണിക്കാൻ വേണ്ടി ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ കൊണ്ട് നടക്കുകയും അതായത് ഒരു സാമാന്യ എല്ലാവരും ഒത്തുകൂടുന്ന ഒരു പ്രതലത്തിൽ ഞങ്ങൾ വേറിട്ട് നിൽക്കുന്ന ആളുകളാണ് എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ചില ശ്രമങ്ങൾ നടത്തും. അതിന്റെ ഭാഗമാണ് ഹിജാബ് ധരിക്കുന്നത് ഞങ്ങളുടെ ആക്ഷേപം. ഇവർക്ക് ഭാഷാപരമായിട്ടുള്ള അറിവില്ലായ്മ മാത്രമല്ല, അത് അവര് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു രീതിയാണ്. ഒരു മതത്തിലുള്ളവർക്കും ഇപ്പൊ ഒരു മതത്തിന് അവരുടെ നിയമങ്ങൾ പാലിക്കാൻ പറ്റിയിട്ടില്ല, ആ മതത്തിന് ഇല്ലാതായി പോകുന്ന കാര്യങ്ങളല്ല ഇതൊന്നും. ഇതിപ്പോ ഇവിടെ ഇതേ മതത്തിൽപ്പെട്ടവര് തന്നെ അതേ മതത്തിലുള്ളവരാണെന്ന് പറയുന്നവര് ഈ തട്ട വിടാണ്ടും അതേപോലെ ഹാഫ് ഫ്രോക്ക് ഇട്ടിട്ടും ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഈ സമസ്ത വാദിക്കുന്നത് ഇത് അവരുടെ ഒരു മതത്തിന്റെ ഒരു ആവശ്യകതയാണ്. അപ്പൊ അത് ഇത് മതത്തിന്റെ ആവശ്യകതയല്ല അല്ലാതാണ് അങ്ങ് പറയുന്നത്. ഇത് മതത്തിന്റെ ഒരു ആവശ്യകതയല്ല. ഇങ്ങനെ ഒരു സ്കൂളുകളുടെ കണക്കെടുത്ത് ഞങ്ങളുടെയൊക്കെ അമ്മമാര്, ഞാൻ ഈ കമ്മ്യൂണിറ്റിയിലൊക്കെ ജനിച്ച് ജീവിച്ചു വന്ന ആളാണ് പണ്ടൊക്കെ. ഇപ്പൊ ഞാൻ അതിനൊക്കെ മാറിയിട്ട് സ്വതന്ത്രമായിട്ട് ചിന്തിച്ച് ബുദ്ധിമുട്ടില്ലാണ്ട് മാനസിക പ്രശ്നങ്ങളില്ലാണ്ട് ജീവിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഞങ്ങളുടെ അമ്മമാരൊക്കെ ഇവിടെ വെറുതെ മുണ്ടും ഒരു ഉമ്മക്കുപ്പായോ അല്ലെങ്കിൽ സാധാരണ ജാക്കറ്റോ ഇട്ടൊക്കെ ജീവിച്ചിട്ട് പോയിട്ടുള്ളവരാണ്. ഇപ്പൊ പുതിയ ആൾക്കാർ, കുറച്ച് ആൾക്കാർ ഗൾഫിലൊക്കെ പോയി കുറച്ച് കാശ് അത് പിടിക്കുകയോ ചെയ്തപ്പോ തുടങ്ങിയതാണ് ഈ മൂടി പോച്ച നടക്കലും മുഖത്തിന്റെ മുമ്പിൽ ഒരു കട്ട ഇട്ടിട്ട് ആ കണ്ണ് മാത്രം പുറത്താക്കിയിട്ട് നടക്കലൊക്കെ. പണ്ടൊന്നും ഇതില്ല. ഇവിടെ എത്രയോ നാളായിട്ട് ഈ മതങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇല്ലേ? അപ്പൊ അങ്ങ് പറയുന്നത് ഇതൊരു അനാവശ്യമായ മതശാഠ്യമാണ്. അവരുടെ വീട്ടിൽ എങ്ങനെ വേണമെങ്കിലും നടക്കട്ടെ, അല്ലെങ്കിൽ അവരുടെ സ്വന്തമായിട്ടുള്ള സ്ഥലത്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ അവിടുത്തെ നിയമങ്ങളും ചിട്ടകളും ഉണ്ടെങ്കിൽ അത് പാലിച്ചാല് ആ മതത്തിൽ നിന്ന് പുറം തള്ളപ്പെടുന്ന കാര്യമൊന്നുമല്ല. ഇത് ഇട്ടിട്ടില്ലെങ്കിൽ ഇസ്ലാമാവില്ല എന്നില്ല. അപ്പൊ അങ്ങ് ഞാൻ ചോദിക്കുന്നത്, അപ്പൊ ഇതിനെപ്പറ്റി ഒരു കണക്കെടുപ്പ് നടത്തുന്നു, പഠനം നടത്തുന്നു, സർക്കാരിന് കൊണ്ട് കൊടുക്കാൻ പോകുന്നു. അപ്പൊ ഇതൊക്കെ കേരളത്തെ ഏത് തരത്തിലേക്ക് ബാധിക്കുമെന്നാണ് അങ്ങ് വിചാരിക്കുന്നത്? ഗുണകരമാണ്. ഇതിൽ അധികം നിൽക്കുന്നത് രാഷ്ട്രീയവും അധികാരത്തിന്റെയും ഒക്കെ പക്ഷമാണ്. നമുക്കൊക്കെ അറിയാലോ. ഞാനിപ്പോ ഒരു 10-75 വയസ്സ് വരെ ജീവിച്ചിട്ടുള്ള ആളാണ്. ഞാനിപ്പോ 75-ാമത്തെ വയസ്സിലാണ് ഈ ജീവിക്കുന്നത്. ഇവിടെ നടക്കുന്നത് മുഴുവൻ നമ്മളുടെ രാഷ്ട്രം തന്നെ നശിച്ചു പോകാവുന്ന വിധത്തിലാണ് ഇവിടെ. അങ്ങ് പറയുന്നത് അങ്ങ് ഈ ചെറിയ പ്രായത്തിലൊക്കെ നോക്കുമ്പോൾ അന്നൊന്നും ഇങ്ങനെ ഉണ്ടായിരുന്നില്ല അങ്ങയുടെ സമുദായത്തിൽ? ഇല്ല ഇല്ല ഇല്ല. ഇത് പണ്ടൊക്കെ എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ അധികം വിദ്യാഭ്യാസം കിട്ടിയിട്ടുള്ള ആളല്ല. അന്നൊക്കെ ഈ മുസ്ലിം പെണ്ണുങ്ങള് ഒരു സാധാരണ ഒരു തുണി എടുത്തിട്ട് പാടത്ത് പോയിട്ട് പണി ചെയ്യുന്നു. അത് ചിലർ മുഖപ്പായിട്ടുണ്ടാവും, അല്ലാത്തവരെന്ന് വെച്ചാൽ ജാക്കറ്റും ഇതൊക്കെ ഇട്ടിട്ട്. ഭൂരിഭാഗം മുസ്ലിം മേഖലയിലുള്ളവർ ആ ഒരു ഉപ്പായിരുന്നു. അവിടെ പോയി എല്ലാവരും ഒരുമിച്ച് ഇത് കൊയ്തും കറ്റമേൽച്ചും അങ്ങനെയൊക്കെ ജീവിച്ചിരുന്ന ആൾക്കാരാണ് അധികം. അതേപോലെ എല്ലാ പണികളും ചെയ്തു. കുറച്ച് പൈസയും സൗകര്യങ്ങളൊക്കെ ആയപ്പോ ആൾക്കാർക്ക് എന്തൊക്കെയാ ചെയ്തു കൂട്ടുന്നതെന്ന് ഒരു ധാരണയില്ലാതെ വന്നു. വ്യക്തമാണ് അങ്ങയുടെ അഭിപ്രായം. ഏതായാലും കൃത്യമാണ്. അപ്പൊ അങ്ങ് ആ ഒരു കാലഘട്ടത്തിൽ ഒരു 10-74 വയസ്സ് വരെ ഈ കാര്യങ്ങൾ നിരീക്ഷിച്ച ഒരാളെന്ന നിലയിൽ അങ്ങയുടെ അഭിപ്രായം അങ്ങയുടെ സമുദായവുമായി ബന്ധപ്പെട്ടുള്ളതാണ് പങ്കുവച്ചത്. ഓക്കെ, ശ്രീനിവാസൻ എന്നോടൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ശ്രീനിവാസൻ, ഈ മുസ്ലിം മതസ്വാതന്ത്ര്യത്തെ ഹനിക്കാൻ ആസൂത്രിതമായ ഒരു നീക്കം നടക്കുന്നുണ്ടോ കേരളത്തിൽ? ഓക്കെ, ഞാൻ ശ്രീനിവാസനിലേക്ക് മടങ്ങി വരാം. മൊയ്തീൻ കുട്ടി എന്നോടൊപ്പം ചേരുന്നത് പയ്യന്നൂരിൽ നിന്നാണ്. ശ്രീ മൊയ്തീൻ കുട്ടി, അങ്ങേക്ക് മറുപടി പറയാം. സ്ത്രീകളുടെ മതസ്വാതന്ത്ര്യത്തിന് ഹനിക്കാൻ കേൾക്കാമോ മൊയ്തീൻ കുട്ടി? ഓക്കെ, സജിത്ത് തലശ്ശേരിയിൽ നിന്ന് എന്നോടൊപ്പം. സജിത്ത്, ഹലോ. ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ ഒരു മതസ്വാതന്ത്ര്യം ഹനിക്കാൻ ഒരു ആസൂത്രിത നീക്കം ഉണ്ടോ ശ്രീ? നടക്കുന്നുണ്ട്. ഉണ്ട്. ഇതിനെതിരെ ഒരു പ്രചരണവും ഒരു ക്യാമ്പയിനും ഒക്കെ ആവശ്യമാണ് എന്ന സംസ്ഥയുടെ നിലപാട് ശരിയാണ് അല്ലേ? കാരണം വെച്ചാല് ഇപ്പൊ വിദേശത്തുള്ള വസ്ത്രമാണ് ഈ നമ്മളെ മരുഭൂമിയിലൊക്കെ ഉപയോഗിക്കുന്ന സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഈ പൂഴി ശരീരത്തിലേക്ക് തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാല് ഈ പൂർണ്ണമായി വസ്ത്രം ധരിക്കുന്നത്. അതുകൊണ്ടാണ് അത് നമ്മൾ ഇന്ത്യയിലേക്ക് അതിന്റെ ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ വിദേശത്ത് മരുഭൂമി ജനിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള വസ്ത്രം അത് അവിടുന്ന് ഇവിടത്തേക്ക് കൊണ്ടുപോകേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ അങ്ങ് നേരെ തിരിച്ചാവും. അപ്പൊ അത് ഇവിടെ അടിച്ചേൽപ്പിക്കുകയാണെന്നാണ് അങ്ങ് പറയുന്നത്? അടിച്ചേൽപ്പിക്കുകയാണ്. കാരണം മത തീവ്രവാദത്തിന്റെ ഭാഗമാണ്. ഇപ്പൊ സൗദിയും മറ്റുള്ള എല്ലാ വസ്ത്രങ്ങൾ പോലും ഇത് പിൻവലിച്ച് വസ്ത്രീകൾ കേരളത്തിൽ കൊണ്ടുപോകേണ്ട കാര്യമില്ലല്ലോ. ശരി, അതാണ് അങ്ങയുടെ അഭിപ്രായം. ഓക്കെ, ചന്ദ്രൻ എന്നോടൊപ്പം ചേരുന്നത് കോഴിക്കോട് നിന്നാണ്. ശ്രീ ചന്ദ്രൻ. അതെ,
ഈ ഹിജാബ് വിവാദത്തിന് പിന്നാലെ സ്കൂളിൽ നിന്ന് കൂടുതൽ കുട്ടികൾ TC വാങ്ങിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. ഞാൻ ഹിജാബ് പ്രശ്നത്തെ പറ്റി എന്റെ കാഴ്ചപ്പാട്, ഇന്നൊക്കെ നിങ്ങള് ഈ ന്യൂസ് 18 പൊതുവേദി, ഹലോ ന്യൂസ് 18 പൊതുവേദി ഇന്നൊക്കെ 4 ദിവസമായിട്ട് ചർച്ച ചെയ്യുന്നു. പ്രശ്ന പരിഹാരത്തിന് വേണ്ടിട്ടല്ലേ ഒരു ചാനൽ ശ്രമിക്കേണ്ടത്? അല്ല, 4 ദിവസം ഞങ്ങൾ ഇത് ആളുകളുടെ അഭിപ്രായം ആരായാൻ വേണ്ടിയിട്ടുള്ളത്. അത് 3 ദിവസം ആരായാൽ മതി എന്നാണ് ശ്രീ ചന്ദ്രൻ കോഴിക്കോടിന്റെ അഭിപ്രായം. അതല്ല, അങ്ങനല്ല പറഞ്ഞേ. എങ്ങനെയാണ് പറയുന്നത്? അങ്ങ് എന്താ പറയുന്നത്? 4 ദിവസം ചർച്ച ചെയ്താൽ മതി എന്ന് അങ്ങ് തീരുമാനിക്കുകയാണ്. ഇന്ന് ഇത് ചർച്ച ചെയ്യേണ്ട എന്ന് തീരുമാനിക്കുകയാണോ? ഒരു ക്യാമ്പയിൻ നാട്ടിൽ സംഘടിപ്പിക്കാൻ പോവുകയാണ്. ഇവിടെ ആളുകൾക്ക് തട്ടമിടാതെ ജീവിക്കാൻ കഴിയുന്നില്ല, ഇവിടെ എന്തോ വലിയ മതേതര പ്രശ്നങ്ങൾ നടക്കുകയാണ് എന്നൊക്കെ ഉള്ള ആക്ഷേപങ്ങൾ ഒരു വശത്ത് വരുമ്പോൾ അത് ചർച്ച ചെയ്യാതെ 3 ദിവസം കഴിഞ്ഞില്ലേ നിർത്തിക്കുമെന്ന് അങ്ങ് പറയാൻ അങ്ങക്ക് എന്ത് അധികാരമാണുള്ളത്? കുട്ടീന്റെ സ്വാതന്ത്ര്യം അനിക്കുന്ന രീതിയിലുള്ള ചർച്ചകൾ കുട്ടിയുടെ സ്വാതന്ത്ര്യമല്ലല്ലോ ഇന്നത്തെ വിഷയം, വേറെയല്ലേ? അങ്ങ് വിഷയം കേട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഒരു സിനിമ ഉണ്ടല്ലോ, ഒരു സിനിമ പിന്നെ ബീഫ് കഴിച്ചു, നിങ്ങൾ എത്ര ദിവസം ചർച്ച ചെയ്തല്ലോ. അങ്ങിത് കാണാത്തതുകൊണ്ടല്ലേ വിവാദമായി തുടരുന്നിടത്തോളം കാലം ആ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യും. പിന്നെ ആ വിഷയം ചർച്ച ചെയ്ത് 4 ദിവസമാണെങ്കിൽ ഈ വിഷയം ചർച്ച ചെയ്ത് 3 ദിവസമാണ് എന്ന് അങ്ങനെ ഭയപ്പെടേണ്ട കാര്യമെന്നാണ്. അങ്ങേക്ക് പ്രധാനപ്പെട്ട വിഷയമാണെങ്കിൽ എത്ര ദിവസം ചർച്ച ചെയ്താലും അങ്ങേക്ക് എന്താ കുഴപ്പം? ഇത് അങ്ങേ അസ്വസ്ഥതപ്പെടുത്തുന്നത് എന്താണ്? ഞാൻ ഇത് 10 ദിവസം ചർച്ച ചെയ്തു വിചാരിക്കും. എന്റെ ചോദ്യത്തിന് മറുപടി പറയും. ഞാൻ ഇത് 10 ദിവസം ഈ ഹിജാബ് വിഷയം ചർച്ച ചെയ്താൽ അങ്ങയെ ചന്ദ്രൻ എന്ന കോഴിക്കോടുകാരനെ അസ്വസ്ഥപ്പെടുത്തുന്ന എന്ത് ഘടകമാണ് അതിലുള്ളത്? അതിൽ ഒരു കുട്ടിക്ക് ഒരു സ്വാതന്ത്ര്യം, ഹിജാബ് കഴിച്ച് കുട്ടി പോട്ടെ, കുട്ടിക്ക് ഓരോരുത്തർക്ക് ഒരു സ്വാതന്ത്ര്യം ഇല്ലേ? ഒരു കുട്ടിക്ക് പഠിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ? കുട്ടിക്ക് പഠിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലെന്ന് ഞാൻ പറഞ്ഞോ? അല്ല, അങ്ങനെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു പ്രശ്നം സ്കൂളിൽ നിന്നുണ്ടായി കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഒരു പരിഹാരം കാണുമല്ലേ നമ്മൾ വേണ്ടത്? പരിഹാരം കാണാനല്ലേ അവരെല്ലാം കോടതിയിലേക്ക് പോയിരിക്കുന്നത്. ആ പ്രശ്നം അവിടെ പരിഹരിക്കട്ടെ. കോടതിയിൽ പോയ ഒരു പ്രശ്നം ഇങ്ങനെ 4 ദിവസം ചർച്ച ചെയ്ത് പിന്നെ ഇങ്ങനെ പ്രശ്നം ഞാൻ കോടതിയിൽ പോയ പ്രശ്നമാണോ ഞാൻ ചർച്ച ചെയ്തത്? കേരളത്തിൽ ഹിജാബ് ധരിക്കാത്ത സ്കൂളുകളെ സംബന്ധിച്ച് ഒരു കണക്കെടുപ്പ് നടക്കാൻ പോകുന്നു. അവിടെ വലിയ തോതിലുള്ള മത താല്പര്യങ്ങൾ സംരക്ഷിക്കാത്ത സ്കൂളുകളായി അവ ചിത്രീകരിക്കപ്പെടാൻ പോകുന്നു. അതോടൊപ്പം തന്നെ ഹിജാബിനെതിരെ ആളുകൾ ചില തെറ്റിദ്ധാരണകൾ പരത്തുന്നു, അല്ലെങ്കിൽ ഭീതിയോടെ ആക്കുന്നു എന്ന ആക്ഷേപം വരുന്നു. ഇതിനെതിരെ ഒരു ചർച്ച സംഘടിപ്പിക്കുന്നു, ഒരു സെമിനാർ വരുന്നു. ആ വിഷയമാണ് ഞാൻ ചർച്ച ചെയ്യുന്നത്. അത് ചെയ്യണ്ടേ? അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഈ കണക്കെടുപ്പ് നടത്തുന്നത്? എന്തിനാണ്? ഞാൻ ചോദിക്കട്ടെ ശ്രീ ചന്ദ്രൻ, അങ്ങനെ തീർന്ന ഒരു വിഷയമാണെങ്കിൽ കേരളത്തില് ചന്ദ്രൻ ഞാൻ പറയുന്നത് കേൾക്ക്. ചന്ദ്രൻ ബഹളം വെക്കാൻ ഞാൻ പറയുന്നത് കൂടി കേൾക്ക്. ഒരു മിനിറ്റ് കേൾക്ക്. ഈ എന്തിനാണ് പിന്നെ ഈ സമസ്ത ഇങ്ങനെ ഒരു കണക്കെടുപ്പ് നടത്തുന്നത്? ഈ പ്രശ്നം തീർന്നതാണെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഒരു ചർച്ച എംപ്ലോയീസ് അസോസിയേഷൻ നടത്തുന്നത്? ഈ പ്രശ്നം തീർന്നതാണെങ്കിൽ തട്ടത്തിൻ മറിയത്ത വർഗീയത എന്ന പേരിൽ എംപ്ലോയീസ് അസോസിയേഷൻ എന്തിനാണ് ഒരു ചർച്ച നടത്തുന്നത് ഈ തീർന്ന പ്രശ്നത്തിൽ? എന്തിനാ? ഇതെല്ലാം തീർന്നതാണ്. ഇനി ആരും ചർച്ച ചെയ്യണ്ടെങ്കിൽ പിന്നെ അവരെന്തിനാണ് ചെയ്യുന്നത്? അല്ല, ഞാൻ ചോദിക്കുന്നത് പിന്നെ എന്തിനാണ് ഈ സമസ്ത ഇത് ചെയ്യുന്നത്? നിങ്ങൾ എന്റെ ചോദ്യത്തിന് മറുപടി പറയും. നിങ്ങൾ വെറുതെ ഒച്ച വെക്കാതെ ബഹളം വെക്കാതെ ഞാൻ നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയുമ്പോൾ നിങ്ങൾ എന്റെ ചോദ്യത്തിന് മറുപടി പറയും. ഞാൻ ഈ പ്രശ്നം 10ാം ദിവസമാണ് ചർച്ച ചെയ്യുന്നത് തന്നെ വിചാരിക്കൂ. ഇവർ 11ാം ദിവസം അടുത്ത ദിവസം ചർച്ച വെക്കാൻ പോകുന്നുണ്ടല്ലോ. എന്തിനാണ്? എന്ത് കാര്യത്തിനാണ് പഠനം നടത്തുന്നത്? എന്ത് കാര്യത്തിനാണ്? കഴിഞ്ഞ പ്രശ്നമാണെങ്കിൽ ഈ ഹിജാബ് അനുവദിക്കാത്ത സ്കൂളുകളെ കുറിച്ച് എന്തിനാ പഠനം നടത്തുന്നത്? അല്ല, സിനിമേന്റെ അവിടെ നിൽക്കട്ടെ. അല്ല, അത് അങ്ങനെ ചില കാര്യങ്ങൾ ഒരു ദിവസം ചർച്ച ചെയ്തിട്ടുണ്ട്, ചില കാര്യങ്ങൾ 10 ദിവസം ചർച്ച ചെയ്തിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത് സിനിമയെ കുറിച്ച് അങ്ങ് ഒരു ചർച്ച സംഘടിപ്പിക്കും, ഞങ്ങൾ അതും കൊടുക്കാം. അപ്പൊ അങ്ങക്ക് ഇതൊരു കുറച്ച് ദിവസം ഇത് ചർച്ച ചെയ്താൽ ഇതിങ്ങനെ അസ്വസ്ഥപ്പെടുത്താൻ മാത്രം എന്തുണ്ട്? അങ്ങ് ഈ പഠനം നടത്തുന്നതിനെതിരല്ല, ഇത് വേറെ ആളുകൾ ചർച്ച ചെയ്യുന്നതിനെതിരല്ല. ന്യൂസ് സൈറ്റിൽ ഇത് വേഗം അടച്ചുപൂട്ടി വെക്കണം എന്ന് അങ്ങ് ഭയക്കുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ തറപ്പിച്ച് പറയുന്നു, സൗകര്യമില്ല. അസ്വസ്ഥതമാകുന്നവർ അസ്വസ്ഥരായിക്കോട്ടെ, ഞങ്ങൾക്ക് അതിലൊരു ഭീതിയുമില്ല. ഞങ്ങൾ അതിനെ ഒട്ടും ഭയക്കില്ല. അത് തുടരും. അങ്ങനെ നിങ്ങൾ വിറയ്ക്കും എന്നൊന്നും തെറ്റിദ്ധരിക്കണ്ട. ഇങ്ങനെ ന്യൂസ് സൈറ്റിൽ ഫോൺ ചെയ്ത് ഇതൊരു പൊതു രീതിയാണല്ലോ. സ്ഥാപനങ്ങളിലേക്ക് ഫോൺ ചെയ്യുക, എന്നിട്ട് പത്രസ്ഥാപനങ്ങളിൽ ആളുകളോട് എന്തെങ്കിലും തർക്കിച്ച് അവരെ അങ്ങ് ഭീഷണിപ്പെടുത്തുന്ന തരത്തിലാക്കി അത് കട്ട് ചെയ്ത് ഇന്റർനെറ്റിൽ ഇടുക എന്നുള്ളത്, അത് മറ്റു പത്രസ്ഥാപനങ്ങളിൽ നിങ്ങൾക്ക് വിജയിക്കും. ന്യൂസ് 18 അതിന് ഞങ്ങൾക്ക് ഒരു ഭയവുമില്ല, ഒരു പേടിയുമില്ല. ഇത് കട്ട് ചെയ്ത് പ്രചരിപ്പിച്ചാൽ ഞങ്ങൾക്ക് ഒരു ചുക്കുമില്ല, ഒരു പേടിയുമില്ല. ഇത് 4 ഇത് കേരളം ഇത് ചർച്ച ചെയ്യുന്നിടത്തോളം കാലം ആ ചർച്ചകൾക്കൊപ്പം ന്യൂസ് 18 ഉണ്ടാകും. അങ്ങ് എത്ര അസ്വസ്ഥപ്പെട്ടാൽ അങ്ങെന്തിനാണ് ഈ ചർച്ചയിൽ പങ്കെടുത്തത്? ഇത് ഇത്ര ചർച്ച ചെയ്യേണ്ടാത്ത ഒരു വിഷയമാണെങ്കിൽ അങ്ങെന്തിനാണ് ഈ ചർച്ചയിൽ പങ്കെടുത്തത്? എന്തിനാ പങ്കെടുത്തത്? യെസ്, അത്രയേ ഉള്ളൂ. അങ്ങേക്ക് മറുപടി ഇല്ല. രവീന്ദ്രൻ തൃത്താലയിൽ നിന്ന് എന്നോടൊപ്പം ചേർന്നു. ശ്രീ രവീന്ദ്രൻ,
ഈ വിഷയത്തിൽ ഞാൻ ചോദിക്കുന്നത് വളരെ സിമ്പിളായ വിഷയമാണ്. ഈ ഹിജാബ് വിവാദം ഇനി സ്കൂളുകളുടെ പട്ടികകൾ തയ്യാറാക്കണോ? ഇത് കേരളം ഇനിയും ഈ വിഷയത്തിൽ ഇത് മതസ്വാതന്ത്ര്യത്തിനെതിരെയുള്ള കടന്നുകയറ്റമുണ്ട് എന്ന തരത്തിൽ ക്യാമ്പയിനുകൾ വരുന്നു. ഇത് ഏത് തരത്തിലേക്കുള്ള ഒരു പ്രതിഫലനം ഉണ്ടാക്കും എന്നാണ് ശ്രീ രവീന്ദ്രൻ കരുതുന്നത്? അത് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ, നമ്മൾ അത് കുട്ടികളെ ചേർത്തുമ്പോൾ തന്നെ നമ്മൾ സ്കൂളുകളിലെ പിന്നെ എന്തൊക്കെ രീതിയിലുള്ള കാര്യങ്ങളാണെന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കും. അതായത് ഒരു പ്രൈവറ്റ് സ്കൂളിൽ കുറച്ച് കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങളും യൂണിഫോം എല്ലാതും ഒരേ രീതിയിലുള്ള സംഭവങ്ങളാവും. അത് നമ്മൾ രക്ഷിതാക്കൾ മനസ്സിലാക്കിയിട്ട് വേണം അത് പ്രവർത്തിക്കാൻ. അപ്പൊ അങ്ങനെ എല്ലാത്ത സ്കൂളുകളുടെ പട്ടിക തയ്യാറാക്കിയാൽ, ആ പട്ടിക പ്രസിദ്ധപ്പെടുത്തിയാൽ അത് ഏത് തരം ഗുണം ചെയ്യുമോ ദോഷം ചെയ്യുമോ? അത് പിന്നെ ഗുണം ചെയ്യുന്നതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. കാരണം എന്താന്ന് വെച്ചാല് പിന്നെ നമ്മള് ഈ മതപഠനം, അതായത് നമ്മൾ പഠിക്കുന്ന അവരുടെ രീതിയിലുള്ള സ്കൂളിൽ അവർ പഠിക്കട്ടെ, അതല്ലെങ്കിൽ അവര് പിന്നെ ഗവൺമെന്റ് സ്കൂളുകളിൽ പഠിക്കട്ടെ. അതായത് വേറെ സമുദായങ്ങളുടെ സ്കൂളുകളിൽ പോയിട്ട് നമ്മൾ ഇന്ന വസ്ത്രം ധരിച്ച് ചെന്നിട്ട് അത് നിർബന്ധമായിട്ട് അവരെ അടിച്ചേൽപ്പിക്കുന്ന രീതിയിൽ എനിക്കൊരു അഭിപ്രായത്തോട് യോജിപ്പില്ല. ശരി, വ്യക്തമാണ് അങ്ങയുടെ അഭിപ്രായം. ബിനോയ് എന്നോടൊപ്പം ചേരുന്നത് കടമക്കുടിയിൽ നിന്നാണ്. ശ്രീ ബിനോയ്, ഓക്കെ. വർഗീസ് വൈക്കത്ത് നിന്ന് എന്നോടൊപ്പം ചേരും. വർഗീസ് സാറേ, സാറേ ഞാൻ ഒരു കാര്യം, ഞാൻ 20 വർഷം ഗൾഫിലുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. സ്കൂളുമായിട്ട് ബന്ധമുള്ള ഒരു വ്യക്തിയാണ്. അവിടെയുള്ള സ്കൂളുകളിലൊന്നും മാനേജ്മെന്റ് സ്കൂളുകളുണ്ട്, പബ്ലിക് സ്കൂളുകളുണ്ട്. ആ സ്കൂളുകളിലൊന്നും ഈ പറയുന്ന പോലെ യൂണിഫോം കോഡ് ഉണ്ടെങ്കിൽ ഹിജാബ് നിർബന്ധമല്ല. 18 വയസ്സ് വരെ നിർബന്ധമല്ല ഗൾഫ് രാജ്യങ്ങളിൽ. അത് 18 വയസ്സ് കഴിഞ്ഞാൽ നിർബന്ധമാണ്. അവിടുത്തെ മുസ്ലിം കുട്ടികളാണേലും മുസ്ലിം പെൺകുട്ടികളാണേലും ചട്ടം ഇടണം, അത് നിർബന്ധമാണ്. ഇവിടെ ഇപ്പൊ ഈ കേരളത്തിൽ അത് ഇത്ര വലിയ അത്യാവശ്യമായിട്ട് അതൊരു സബ്ജക്റ്റ് ആയിട്ട് എടുക്കണമെന്ന് എനിക്ക് യോജിപ്പില്ല. അതുമല്ല, ഈ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇതിൽ ഇടപെട്ടതിനോട് യോജിപ്പില്ല. മാനേജ്മെന്റുകൾ അവർക്ക് ചില നിയമങ്ങളും, പ്രത്യേകിച്ച് മൈനോറിറ്റി മാനേജ്മെന്റുകൾക്ക് അവരുടേതായ കുറെ നിയമങ്ങളും എല്ലാം ഉണ്ട്. അവർക്ക് അത് ഉപേക്ഷിക്കാൻ പറ്റില്ല. മാനേജ്മെന്റ് ഇപ്പൊ ഒരു കുട്ടി മാത്രം ഹിജാബ് ധരിച്ച് വന്നു കഴിഞ്ഞാൽ മറ്റുള്ള കുട്ടികളെ 10,000 കുട്ടികളിൽ ഒരാൾ മാത്രം കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം യുനെസ്കോയ്ക്ക് ചില നിയമങ്ങളൊക്കെ ഉണ്ട്. ജാതി മത വർണ്ണം കുട്ടികളിൽ പ്രകടമാക്കാൻ പറ്റുകയില്ല. അത് നിയമമാണത്. ഓക്കെ, വ്യക്തമാണ് അങ്ങയുടെ അഭിപ്രായം. ഇപ്പം ജയകുമാർ എനിക്ക് ചില പിന്തുണയുമായി എത്തുന്നുണ്ട്. എനിക്ക് എൻ്റെ തർക്കം കൊണ്ടായിരിക്കും, അതായത് എൻ്റെ തൊണ്ട പോയി ചന്ദ്രനുമായി തർക്കിച്ചിട്ട്. ഓക്കെ, അരുന്ധതി കോലമ്പുറത്ത് മനുവിന് പിന്തുണ നൽകുന്നു. സുനിൽകുമാർ എനിക്ക് പിന്തുണ നൽകുന്നു. ചന്ദ്രൻ്റെ ഭീഷണി ന്യൂസ് 18 വേണ്ട എന്ന് പറയുന്നു. ഓക്കെ, നാളെയും ചർച്ച നടത്തണം ഇത് എന്ന് വേറെ ശക്തിമാൻ പറയുന്നു. ഒരാൾ ഒന്നിനെയും എതിർക്കാതിരിക്കുകയും ഏതെങ്കിലും ഒന്നിനെ നിർബന്ധിക്കാതിരിക്കുകയും ചെയ്ത പരസ്പര ബഹുമാനത്തോടെ എല്ലാവരും ജീവിച്ചാൽ ഒരു പ്രശ്നവും ഉണ്ടാകില്ല എന്നാണ് ഹക്കീം ബേക്കൽ എന്നോട് പറയുന്നത്. ഹക്കീം ബേക്കലിൻ്റെ ആ അഭിപ്രായത്തോട് ഞാൻ വളരെയധികം യോജിക്കുന്നു. അത് വളരെ വളരെ പക്വതയാർന്ന ഒരു നിലപാടാണ്. നമ്മൾ ഒന്നും ആളുകൾക്ക് മുകളിൽ നിർബന്ധിക്കാതെയും എല്ലാവരും അവരവരുടെ താല്പര്യങ്ങളനുസരിച്ച് നടക്കുകയും ചെയ്യുന്നത് നല്ലതാണ്. ഭീകരർ മറ്റുള്ളവരിൽ ഭയം ജനിപ്പിക്കുന്നത് രാജ്കുമാർ പറയുന്നു. ഓക്കെ, രാജ്കുമാർ എന്നോട് ഇപ്പം പിന്തുണ തേടുന്നു. ഓക്കെ, അപ്പോൾ ഇന്ന് രാത്രി ചർച്ചയിൽ വിഷയം ഹിജാബ് തന്നെ മാർട്സ് പറയുന്നു. ഓക്കെ, അപ്പോൾ നിറയെ പേർ നമുക്കപ്പോൾ അങ്ങനെ ചേരുന്നുണ്ട്. ഗംഗാധരൻ കൂടി എന്നോടൊപ്പം ചേരുന്നു വൈക്കത്താണ്. ശ്രീ ഗംഗാധരൻ കേൾക്കാമോ? ഇല്ല, ഞാൻ ഗംഗാധരനിലേക്ക് വരാം. എനിക്ക് ഒരു ചെറിയ ഇടവേള അനിവാര്യമായതുകൊണ്ടാണ് ഷോർട്ട് ബ്രേക്ക്. മതസ്വാതന്ത്ര്യം വിലക്കാൻ ആസൂത്രിതമായ എന്തെങ്കിലും നീക്കം നടക്കുന്നുണ്ടോ? അങ്ങനെ ഒരു പഠനത്തിൻ്റെ ആവശ്യമുണ്ടോ? സമസ്ത ഇങ്ങനെ സ്കൂളുകളുടെ കണക്കെടുക്കുന്നത് എന്തിനായിരിക്കാം? അങ്ങനെ കണക്കെടുത്തതിന് ശേഷം അതിന് എന്ത് സംഭവിക്കും അത് പ്രസിദ്ധപ്പെടുത്തിയാൽ? അതോടൊപ്പം തന്നെ ആളുകളെ ഇങ്ങനെ ഹീനമായി ചിത്രീകരിക്കുന്നതിന് ചർച്ചകൾ സംഘടിപ്പിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ഹീനമായി ആളുകൾ തട്ടമിടുന്നവരെ അല്ലെങ്കിൽ ഹിജാബ് ഇടുന്നവരെ ചിത്രീകരിക്കുന്നുണ്ടോ? ഇങ്ങനെയുള്ള വിഷയങ്ങളാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. ഞാൻ അതിലേക്ക് വരാം. ഒരു ചെറിയ സന്തോഷ വാർത്ത എനിക്ക് നമ്മുടെ പൊതുവേദി പ്രേക്ഷകരെ അറിയിക്കാനുള്ളത്. നമ്മുടെ സ്ഥിരം പ്രേക്ഷകനായ ചന്ദ്രൻ നായർ എനിക്ക് ഒരു ചിത്രം അയച്ചു തന്നു. അദ്ദേഹം ചില സമ്മാനങ്ങൾ കായിക മത്സരങ്ങളിലൊക്കെ നേടി. നമ്മുടെ പൊതുവേദിയിൽ സ്ഥിരം പ്രേക്ഷകനാണ് അദ്ദേഹം. ഈ 75 വയസ്സുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹം കായിക മത്സരങ്ങളിൽ പങ്കെടുത്താണ് ഈ വിജയം നേടിയിട്ടുള്ളത്. അപ്പോൾ ചന്ദ്രൻ നായർ അത് നേരത്തെ എന്നോട് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങൾ എനിക്ക് അയച്ചു തന്നുകൊണ്ട് ഞാൻ വിചാരിച്ചു നമ്മുടെ പൊതുവേദി പ്രേക്ഷകർക്ക് മുന്നിൽ അത് വെക്കാം എന്ന്.
അപ്പോൾ ചന്ദ്രൻ നായർക്ക് എൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും. ഓക്കെ, ശരി. അപ്പോൾ ഞാൻ പിന്നെ നമ്മുടെ പ്രേക്ഷകർ ഈ വിഷയത്തിൽ കൂടുതൽ യൂട്യൂബിൽ പ്രതികരിച്ച് വരുന്നുണ്ട്. പഠിക്കണമെങ്കിൽ ക്രിസ്ത്യൻ സ്കൂളിൽ പോകണം, അതുകൊണ്ടാണ് അങ്ങോട്ട് പോയത്, അത് അവർക്കറിയാമെന്ന് പറയുന്നു. ഓക്കെ, ഈ പ്രശ്നം വഷളാക്കിയത് മന്ത്രി ശിവൻകുട്ടിയാണ് എന്ന അഭിപ്രായമാണ് രാജ്കുമാറിനുള്ളത്. അതുപോലെ നന്ദകുമാർ പറയുന്നത് ഈ ക്യാമ്പയിൻ വിദ്യാഭ്യാസ മേഖലയെ തികച്ചും വർഗീയമായ ധ്രുവീകരണത്തിലേക്ക് കൊണ്ടെത്തിക്കുമെന്ന് പറയുന്നു. തട്ടമിട്ട രണ്ട് വിഭാഗങ്ങൾ തമ്മിലാണ് വിവാദം നടക്കുന്നത്, അത് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല എന്ന് രഘുനന്ദൻ നായർ എന്നോട് പറയുന്നു. അപ്പോൾ ഗൗതമിന് എന്താ വിളിച്ചിട്ട് കിട്ടാത്തതെന്ന് എനിക്കറിയില്ല. PCR ഗൗതം ഇങ്ങോട്ട് ശ്രമിക്കുന്നുണ്ട്, കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കാൻ ഇവർ സ്കൂളിൽ ചേരുന്നത് എന്ന ആക്ഷേപം സുനിൽ വയ്ക്കുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ നിറയെ പേർ പ്രതികരണങ്ങളുമായി എനിക്കൊപ്പം ചേർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത പ്രേക്ഷകൻ ഗംഗാധരൻ വൈക്കത്ത് നിന്നാണ്. ഗംഗാധരൻ. ഹലോ. ശ്രീ ഗംഗാധരൻ, ഈ മതേതര കേരളത്തിൽ ഇതൊക്കെ നടക്കും സാർ. എന്താ വെച്ച് കഴിഞ്ഞാൽ സ്കൂളിൽ ഒരു യൂണിഫോം ഉണ്ടെങ്കിൽ ആ യൂണിഫോം മാത്രമേ പാടുള്ളൂ, അതല്ല വേറെ എന്തെങ്കിലും ഒരു തുണിക്കഷ്ണം വെച്ചുകൊണ്ട് വരാനൊന്നും പറ്റില്ല. അതാണ് സ്കൂളിന്റെ നിയമം. പിന്നെ ഈ പ്രശ്നം രമ്യമായി പരിഹരിച്ച നമ്മുടെ വിവരമില്ലാത്ത വിദ്യാഭ്യാസ മന്ത്രിയാണ് ഇത് കളഞ്ഞു കുളിച്ചത്. വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണമാണ് എന്നൊരു ആക്ഷേപം. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഇനിയിപ്പോൾ ഇതിൽ തട്ടമിട്ട് വരാൻ കഴിയില്ല എന്ന് പറയുന്നവരുടെ കണക്കെടുത്ത് വിദ്യാഭ്യാസ മന്ത്രിക്ക് സമർപ്പിച്ചാൽ അത് ഏത് തരത്തിൽ വലിയ സംഘർഷത്തിലേക്ക് നീങ്ങുമോ അതോ പ്രശ്ന പരിഹാരത്തിലേക്ക് നീങ്ങുമോ? ഒരു പ്രശ്നമില്ല. തൻ്റെ ഇടമുള്ള സർക്കാർ തൻ്റെ ഇടമായിട്ട് നിൽക്കണം, അല്ലാതെ ചുമ്മാ ഓരോ വർഗീയ ശക്തികൾക്ക് കീഴടങ്ങിക്കൊണ്ടുള്ള നിലപാട് സ്വീകരിച്ചാൽ ഇതിലപ്പുറം നടക്കും. ഒരു സ്കൂളിലോ യൂണിഫോം അംഗീകരിക്കാൻ ആ വിദ്യാർത്ഥി തയ്യാറായിരുന്നു. 4 മാസം 5 മാസം കുട്ടി അവിടെ പഠിച്ചുകൊണ്ടിരുന്നത്. അന്നേരം ഒന്നും വേറെ യൂണിഫോം വേറെ ഈ തട്ടൊന്നും ഇടാതെ വന്നിട്ട് ഒരു കുഴപ്പമില്ലായിരുന്നില്ല കൊച്ചിന്. ശരി, വ്യക്തമാണ് അങ്ങയുടെ പ്രതികരണം. സൈമൺ എന്നോടൊപ്പം ചേരുന്നത് തലശ്ശേരിയിൽ മല്ലുശ്ശേരിയിൽ നിന്ന്. സൈമൺ സാർ നമസ്കാരം. ഈ എവിടെയാണ് സൈമൺ ഈ മല്ലുശ്ശേരി? സാർ മല്ലുശ്ശേരി നെടുമ്പാശ്ശേരി പഞ്ചായത്ത് നെടുമ്പാശ്ശേരിക്ക് അടുത്താണ് അല്ലേ? അതെ അതെ. അവിടെ നിന്ന് എത്ര ദൂരം കാണും എയർപോർട്ടിൽ നിന്ന്? എയർപോർട്ടിൽ നിന്ന് ഒരു 6 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ എയർപോർട്ടിനടുത്ത് താമസിക്കുന്ന ആളാണ് ശ്രീ. അതെ, 1-ാം വാർഡ്. സൈമൺ ഏത് മേഖലയിൽ ജോലി ചെയ്യുന്ന ആളാണ്? സാർ ഞാൻ ഒരു തൊഴിലാളിയായിരുന്നു, അത് കഴിഞ്ഞ് ഓട്ടോറിക്ഷ ആയിരുന്നു. നമ്മൾ പൊതുവേദിയിൽ ധാരാളം ഓട്ടോ തൊഴിലാളികൾ പൊതുവേദി കാണുന്നുണ്ട് കേട്ടോ, അതെനിക്ക് വലിയ സന്തോഷം. പ്രവാസികൾ ധാരാളം നമ്മുടെ പൊതുവേദി കാണുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ വിദേശത്ത് ഒക്കെ ഉള്ള നിറയെ പേർ നമ്മുടെ കാണുന്നതിനോടൊപ്പം തന്നെ ഒരു വലിയ വിഭാഗം പലപ്പോഴും ഞാൻ അവർ ചോദിക്കുമ്പോൾ അവർ ഓട്ടോ തൊഴിലാളികളാണ്. അപ്പോൾ ഈ ഉച്ച 4 മണിക്ക് കുറച്ച് റെസ്റ്റ് എടുക്കുന്ന സമയമാണെന്ന് തോന്നുന്നില്ലേ ഓട്ടോ തൊഴിലാളികൾക്ക്? അതെ സാർ, 4 മണി അല്ല, 4 മണി എന്ന് പറഞ്ഞാൽ 2 മണി മുതൽ 3 മണി വരെ ഓഫീസ് ടൈം അല്ല. ഇപ്പോൾ നെടുമ്പാശ്ശേരി എയർപോർട്ട് വന്നതുകൊണ്ട് നമുക്ക് എപ്പോഴും ഓട്ടോ ഉണ്ട്. നേരത്തെയൊക്കെ ഓഫീസ് ടൈം രാവിലെ വൈകുന്നേരം നല്ല ഓട്ടം. അപ്പോൾ നിറയെ നമ്മുടെ ഏതായാലും സന്തോഷം തരുന്ന ഒരു വാർത്തയാണ് ഓട്ടോ തൊഴിലാളികൾ നമുക്കൊപ്പം ചേരുന്നു എന്നത്. അപ്പോൾ സൈമൺ, ഈ മല്ലുശ്ശേരിയിലെ ആളുകളൊക്കെ ഈ ഹിജാബ് വിവാദം ചർച്ച ചെയ്യുന്നുണ്ടോ? അത് ഇപ്പോൾ പുതിയതായി പഠിക്കാൻ പോകുന്നു, ഇതൊരു പേടി സ്വപ്നമാണ് ഹിജാബ് എന്ന തരത്തിലൊക്കെ ഭീതി പടർത്തുന്നു എന്നൊക്കെ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? സാർ നെടുമ്പാശ്ശേരി മല്ലുശ്ശേരി എന്ന് പറഞ്ഞത് ഭൂരിഭാഗം ഒരു ക്രിസ്ത്യൻസ് മേഖലയാണ്. യാക്കോബ RC. എന്നാ എനിക്ക് 75 വയസ്സാകുന്നു. ചെറുപ്പം മുതൽ ഇവിടെ മതേതരത്വവും സോഷ്യലിസവും ജനാധിപത്യവും ഉള്ള രാജ്യമാണല്ലോ. എന്റെ ചെറുപ്പം മുതൽ ഈ മുസ്ലിം സഹോദരങ്ങള് തട്ടം വിട്ടുകൊണ്ട് തന്നെയാണ് പോകുന്നത്. എന്നാലല്ലേ മതേതരത്വം ആകൂ. എന്നാൽ ഇതിൽ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് രാഷ്ട്രീയ നേതാക്കൾ ഒന്നിൽ പിടിക്കും, അത് പറ്റിയില്ലെങ്കിൽ വേറെ ഒന്നിൽ പിടിക്കും. ഭിന്നിപ്പിക്കണം ബ്രിട്ടീഷ് നയം തന്നെയാണ് ഇവിടെ തീരുമാനിച്ചത്. അത് രാഷ്ട്രീയം തന്നെയാണ്. ഏത് രാഷ്ട്രീയം? ഇവിടെ നമ്മൾ സോഷ്യലിസം പറയുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ തന്നെയാണ്. ഈ ശിവൻകുട്ടിയുടെ പ്രസ്താവനയാണോ അങ്ങ് ശരിയല്ല എന്ന് അങ്ങേക്ക് തോന്നിയത്? ഞാൻ ശിവൻകുട്ടിയുടെയോ സാർ വിദ്യാഭ്യാസത്തിൽ സിലബസ് ഇവിടെ വന്നപ്പോൾ തന്നെ ഇതിന് കൂട്ടു നിൽക്കരുതെന്ന് പറഞ്ഞു. അതിനുശേഷമാണ് ഇത്തരം നാടകങ്ങള്. എന്നാൽ ക്രിസ്തീയ സഭകളിൽ തന്നെ കുട്ടികൾ കൂടി ചേർക്കണ എന്തിനാ ഇവിടെ മതങ്ങൾക്ക് സ്കൂളും ആശുപത്രികളും? എന്നാൽ ക്രിസ്തീയ സഭകളിൽ അവര് തട്ടം ഇട്ടുകൊണ്ട് നിൽക്കുന്നില്ലേ കന്യാസ്ത്രീ അമ്മമാര്? ആ തട്ടം മാറ്റാൻ പറയാത്തെന്താ? അതും തട്ടമാണ്. അത് ശരി. അപ്പോൾ അങ്ങയുടെ പൊതു അഭിപ്രായം ഇത് രാഷ്ട്രീയക്കാർ ചേർന്നുണ്ടാക്കിയ പ്രശ്നമാണ് എന്നാണ് പറയുന്നത്? തീർച്ചയായിട്ടും അതൊരു നമ്മുടെ അയ്യപ്പ സംഗമം അതിൽ പാളുന്നു. എനിക്ക് രാഷ്ട്രീയത്തോടൊന്നും താല്പര്യങ്ങളില്ല, എന്നാലും നമുക്ക് വീക്ഷിക്കാമല്ലോ. ശരി. അപ്പോൾ ശ്രീ സുകുമാരൻ അതിൽ പാളിപ്പോയപ്പോൾ അടുത്തത് പിടിക്കണു.
തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്തെങ്കിലും ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, ക്രിസ്ത്യാനിയും മുസ്ലിങ്ങളെയും തമ്മിലടിക്കും, ലവ് ജിഹാദ് കൊണ്ടുവന്നു, അത് പാളിപ്പോയി. ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കണ്ടേ സാർ? യെസ്, വ്യക്തമാണ്. അപ്പോൾ സുകുമാരൻ എന്നോടൊപ്പം ചേരുന്നു കണ്ണൂരിൽ നിന്ന്. സുകുമാരൻ, നമുക്ക് കുറച്ച് പ്രേക്ഷകർ കാത്തു നിൽക്കുന്നതുകൊണ്ടാണ് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ. അപ്പോൾ ഇവിടെ മതസ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരു പോരാട്ടം നടത്തേണ്ട ഒരു സാഹചര്യം കേരളത്തിലുണ്ടോ, അതോ ഇത് ഒരു ചെറിയ സംഭവമായി കണ്ട് നമ്മൾ അവഗണിക്കുകയാണോ വേണ്ടത്? ഇതെല്ലാം സാറേ, ഇതെല്ലാം ഒരു വെറും തമാശ കളിയാണ്, വേറെ ഒന്നല്ല. ഈ ഒരു കുട്ടിയൊന്നും ഇപ്പം എത്ര കുട്ടികളെ ഇതാ പേരുകൊണ്ട് ഇപ്പം ലോകത്ത്. പിന്നെ സാറ് ധൈര്യമായിട്ട് മുമ്പോട്ട് പോകണം. ന്യൂസ് എയ്റ്റ് എന്ന് പറഞ്ഞാൽ ആരും ധൈര്യമായിട്ട് മുമ്പോട്ട് പോകണം. ഒരാളെ പേടിച്ച് നിൽക്കേണ്ട കാര്യമില്ല. യെസ്, അപ്പോൾ സുകുമാരനെ പോലുള്ള നൂറുകണക്കിന് പ്രേക്ഷകരാണ് പൊതുവേദിയുടെ കരുത്ത്. അപ്പോൾ ആളുകൾ വിചാരിക്കുന്നത് എന്താണെന്നറിയാമോ, ഈ ചില ചാനലുകളിലേക്കൊക്കെ ഫോൺ ചെയ്ത് അവരെ അങ്ങ് വിരട്ടി, അത് ടെലിവിഷനിലൊക്കെ ഇട്ടതാ ഞാൻ ചാനലുകളെ വിരട്ടിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ആളുകൾ അത് ഫേസ്ബുക്കിലും സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ വലിയ എന്തോ വീര ഇത് നേടും. അപ്പോൾ പാവപ്പെട്ട ചില ചാനലിലൊക്കെ ജോലി ചെയ്യുന്ന മാധ്യമപ്രവർത്തകർ ആകെ പേടിച്ച് വരച്ച് ഇവരോട് ഇത് മറുപടി കൃത്യമായി പറയില്ല. പക്ഷേ പൊതുവേദിക്ക് അങ്ങനെ പേടിയില്ല. അത് ഈ ഇങ്ങോട്ട് വിളിച്ച് വിരട്ടുന്ന എല്ലാ ആളുകളും ഓർത്താൽ വളരെ നല്ലത്. നമ്മളങ്ങനെ ഭയപ്പെടാനൊന്നും പോകുന്നില്ല. കാരണം വളരെ കൃത്യം. സുകുമാരനെ പോലെയുള്ള പ്രേക്ഷകരാണ് ഞങ്ങളുടെ കരുത്ത്. സാറേ, ആ ധവളപ്പാറ എന്ന് പറഞ്ഞ ആ സ്ഥലം ഒന്ന് കാണിച്ചോളൂ. ഈ കൂടുതൽ ധവളപ്പാറ എന്ന് പറഞ്ഞ സ്ഥലം സാറേ വ്യക്തമാണ്. അപ്പോൾ ഏതായാലും അങ്ങയുടെ പിന്തുണയ്ക്ക് നന്ദി. ഓക്കെ, രമേഷ് കുമാർ എന്നോടൊപ്പം ചേരുന്നു വടകരയിൽ നിന്നാണ്. ശ്രീ രമേഷ് കുമാർ, ഈ ശിരോവസ്ത്രത്തിനായി വലിയൊരു വാദം നടത്തേണ്ട സാഹചര്യം കേരളത്തിൽ ഉണ്ടോ? അതിനുവേണ്ടി ഒരു ക്യാമ്പയിൻ നടത്തുകയും അതിൻ്റെ പുറകിൽ വർഗീയ അജണ്ടയുണ്ട് എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ വരുമ്പോൾ അത് എന്തിൻ്റെ സൂചനയായിട്ടാണ് ശ്രീ രമേഷ് കുമാർ കാണുന്നത്? സാറേ നമസ്തേ. ഞാനേ ഈ വിഷയത്തില് കേരളത്തിലെ സാമൂഹ്യ അന്തരീക്ഷം ആകെ മാറിയിരിക്കുകയാണ്. മാറിയോ? ഏതാണ്ട് ഒരു 10-20 വർഷം മുമ്പുള്ള ആ ഒരു അന്തരീക്ഷം അല്ല ഇന്നല്ലോ. എന്താണ് എന്ത് തരത്തിൽ മാറിയെന്നാണ്? ആളുകൾ കൂടുതൽ വർഗീയമായി ചിന്തിക്കുന്നു, മതേതരമായി ചിന്തിക്കുന്നു. ഈ ഒരു എന്താ ഒരു ഇസ്ലാമിന്റെ കടന്നുകയറ്റത്തോടു കൂടി അവരുടെ ഒരു അജണ്ടകളോട് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തില് അത് അങ്ങനെ രമേഷ് കുമാർ തോന്നാൻ എന്താ കാരണം? ഇവര് പല വിഷയത്തിൽ ഈ ഹിജാബ് തന്നെ നമ്മൾ ഈ മുമ്പ് കാലങ്ങളിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടായിരുന്നില്ല. ഹിജാബും അത് എന്റെ നാട്ടിലൊക്കെ തന്നെ ഈ തട്ടവും പർദ്ദയും ഇല്ലാതെയാണ് ആളുകൾ നടന്നിട്ടുള്ളത്. ഇന്ന് ചെറുപ്പക്കാർക്കിടയിലൊക്കെ തന്നെ തീവ്രമായ ചിന്തകളും ഇത്തരത്തില് അവരുടെ വേഷവിധാനങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയപ്പാടാണ്. ഇത് എങ്ങോട്ടാണ് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത്? അത് ഇപ്പം ഇതൊരു ഭയപ്പാടായി വരാൻ അവരും പറയുന്നുണ്ട്. ഇത് ആളുകൾ ഇതിനെ ഭയപ്പാടോടുകൂടി നോക്കിക്കാണുന്നു. അപ്പോൾ അത് മാറ്റാനൊരു അപ്പോൾ ഈ ഭയപ്പാട് വരാൻ എന്തായിരിക്കും കാരണം? ആളുകൾ പറഞ്ഞിട്ട് നടന്നാൽ ഇവരുടെ അജണ്ടകൾ എന്ന് പറഞ്ഞാൽ ഈ സ്കൂളിലേക്ക് ആദ്യം തന്നെ എത്തിപ്പെട്ടത് ആരാണ്? ഇവരുടെ ഭീകരവാദ പ്രസ്ഥാനത്തെ ആളുകളാണ് ഇവരോടൊപ്പം അവിടെ എത്തിയത്. സാധാരണ വിശ്വാസിയുടെ വിഷയമായിട്ടുള്ള അവതരിപ്പിക്കുന്നത് എന്തും ഇവിടെ നടത്താമെന്നുള്ളൊരു കയ്യേറ്റം, അവരുടെ അജണ്ടകൾ നടപ്പിലാക്കാനുള്ള ഒരു ഇതായി ഇവിടെ കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവും അവർക്ക് കൂടെ കൂട്ടുപിടിക്കുകയാണ്. വ്യക്തമാണ്, അങ്ങയുടെ അഭിപ്രായം കൃത്യമാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ പ്രേക്ഷകരുള്ളതുകൊണ്ട് സമസ്തയോ ലീഗോ ജമാഅത്ത് ഇസ്ലാമിയോ ആര് വേണമെങ്കിലും കണക്കെടുക്കട്ടെ. അപ്പോൾ അറിയാലോ ഇസ്ലാമിക് വർഗീയത പിന്തുണ നൽകുന്ന സ്കൂളുകൾ ഏതൊക്കെയെന്നാണ് അജിത് കുമാർ എന്നോട് പറയുന്നത്. അപ്പോൾ കണക്കെടുക്കുന്നതിൽ തെറ്റില്ല. അപ്പോൾ കാര്യങ്ങൾ കൃത്യമായി വരുന്നതാണ്. അപ്പോൾ കുട്ടികൾക്കാണ് അപ്പോൾ ഈ കന്യാസ്ത്രീ എന്തിനാണ് തട്ടമിട്ടത് എന്ന് ചോദിക്കുന്നതിന് രാജ്കുമാർ പറയുന്നു കുട്ടികൾക്ക് വേണ്ടിയല്ലേ യൂണിഫോം, അത് കന്യാസ്ത്രീകൾക്ക് യൂണിഫോം അവരുടേതായ വേറൊരു യൂണിഫോം ഉണ്ടല്ലോ എന്നായിരിക്കും അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് അങ്ങനെയാണ്. അപ്പോൾ വേണുഗോപാൽ എന്നോട് ചേർത്തലയിൽ നിന്നാണ് ചേരുന്നത് അല്ലേ? ശ്രീ വേണുഗോപാൽ. നമസ്കാരം സാർ. ശ്രീ വേണുഗോപാൽ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നു? അങ്ങ് ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണ്? എനിക്ക് കച്ചവടമാണ്. എന്ത് കച്ചവടം? ലോട്ടറി. ലോട്ടറി തൊഴിലാളികളാണ് അല്ലേ? അപ്പം നമ്മുടെ ലോട്ടറി ഇത്തവണ വല്ല അടിച്ചോ? ഈ ഓണം ബമ്പറോ മറ്റോ എന്തെങ്കിലും കമ്മീഷൻ കിട്ടിയോ? ചെറിയ രീതിയൊക്കെ അടിച്ചിട്ടുണ്ട് സാർ. അത് ഈ ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയും ചെറിയ രീതി എന്ന് പറഞ്ഞാൽ വലിയ രീതിയിൽ കിട്ടിയെന്നാണല്ലോ എനിക്കത് തോന്നുന്നത്. ഈ മലയാളികൾ ഇങ്ങനെയാണത്രേ. ഇപ്പോൾ അവരോട് പറയുകയാണ് ഇത് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയാം ചെറിയ രീതിയിൽ സുഖമാണോ? ആ തട്ടിയും മുട്ടിയും പോകുന്നു, സത്യത്തിൽ വലിയ ഹാപ്പി ആയിട്ട് പോകുന്നു. അപ്പോൾ നമ്മൾ ഹാപ്പിയായി പോകുന്നു എന്ന് പറയാൻ സാധാരണ മലയാളികൾക്ക് മടിയാണെന്നാണ്. അങ്ങനെയാണോ ശ്രീ വേണുഗോപാൽ? എന്താ സാർ ഞാൻ പറഞ്ഞാൽ ഞാൻ ലോട്ടറി മേഖലയിലുള്ള ഒരു ബുദ്ധിമുട്ട് ഞാൻ ആദ്യം പറയട്ടെ. അവരുടെ കമ്മീഷൻ നമ്മൾ ഇവിടെ പൊതുവേദിയിൽ നമ്മൾ സ്ഥിരം ലോട്ടറി പ്രഷർ പറയുന്നതാണ്. അവരുടെ കമ്മീഷൻ കുറയുന്നു, അവരുടെ സമ്മാനങ്ങൾ കുറയുന്നു, അവരുടെ പ്രതിസന്ധി കൂടുന്നു അല്ലേ? അതെ, പ്രതിസന്ധി കൂട്ടി എന്ന് വെച്ചാൽ 50 രൂപയാക്കിയപ്പോ ഞങ്ങളുടെ കമ്മീഷൻ കുറച്ചു.
ഇത് മുഖവില 50 രൂപ. ഞങ്ങൾ വിൽക്കേണ്ടത് 570 രൂപയ്ക്ക്. നിങ്ങൾ പ്രതിഷേധം സംഘടിപ്പിക്കുന്നില്ലേ? ആരോട് പറയാൻ? ഉള്ളതിൽ 90% CIT യൂണിയനാണ്, 10% കോൺഗ്രസ് യൂണിയനാണ്. നിങ്ങൾ എളുപ്പമല്ലേ 90% CIT-കാരാണെങ്കിൽ അവർക്ക് സർക്കാരിനോട് ഇത് പറഞ്ഞ് ശരിയാക്കാവുന്നല്ലേ ഉള്ളൂ. പക്ഷെ ഇവരൊന്നും പറയത്തില്ല സാറേ. എല്ലാവരും ബിനാമികളും ഇത് ആണ് ഇവരുടെ ആൾക്കാര്. അപ്പൊ പിന്നെ ഇവര് ആര് അനങ്ങത്തില്ല. പിന്നെ സർക്കാരെ തന്നെ പിന്തുണച്ച് നടക്കുന്നവരാണ് ഇവര്. ഏതായാലും നമുക്ക് അത് നിങ്ങൾ ഒരു പ്രക്ഷോഭം അതുമായി ബന്ധപ്പെട്ട സംഘടിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ന്യായമായ ലോട്ടറി തൊഴിലാളികളുടെ ആവശ്യങ്ങൾക്കൊപ്പം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പൊതുവേദി ഉയർത്തിപ്പിടിക്കാത് ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അപ്പം എനിക്ക് തോന്നുന്നു സർക്കാരിലെ പല ആളുകൾ ഇത് സംബന്ധിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അവരതിന്റെ പോംവഴികൾ ആരായുകയാണ്. സാറേ ഇത് ഏറ്റവും താഴെക്കടയിലുള്ള തൊഴിലാളികൾ സഫർ ചെയ്യുന്നുണ്ട്. വ്യക്തമാണ് അങ്ങയുടെ അഭിപ്രായം. അപ്പം അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇത് അറിയാത്തവരായ ആരുമില്ല. അത് പരിഹാരം കാണേണ്ടതുമാണ്. പ്രദീപ് ഇടുക്കിയിൽ നിന്നാണ് വിളിക്കുന്നത്. പ്രദീപ് ഇടുക്കിയിൽ നിന്ന് എവിടെ നിന്നാണ് പ്രദീപ് വിളിക്കുന്നത്? പ്രദീപിൻ്റെ ശബ്ദം കേൾക്കുന്നില്ലല്ലോ. ഓക്കെ, അപ്പോൾ പാർത്ഥസാരഥി കൂടി എന്നോടൊപ്പം ചേരുന്നുണ്ട് ഹരിപ്പാട് നിന്ന്. ശ്രീ പാർത്ഥസാരഥി നമസ്കാരം. നമസ്കാരം. കുറെ നാളുണ്ട് ട്രൈ ചെയ്യുന്നത്, അത് കിട്ടത്തില്ല ലൈനേ. അത് എനിക്ക് തോന്നുന്നത് ഈ പല ആളുകളും വിളിക്കുമല്ലോ. വിളിക്കുന്നത് എനിക്ക് ഈ ഹിജാബ് വിഷയത്തിൽ പറയാനുള്ളതേ, ഞാൻ താമസിക്കുന്ന ഹരിപ്പാട് ഭാഗത്തൊക്കെ ഒരുപാട് മുസ്ലിംസ് കുട്ടികളുണ്ട്. അവരൊക്കെ സ്കൂളിൽ പോകുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരൊന്നും ഹിജാബ് ധരിക്കാതൊക്കെയാണ് മിക്കവാറുള്ള കുട്ടികൾ പോകാറുള്ളത്, കാണുന്നത്. ഇപ്പോൾ ഈ പള്ളിടത്തിൽ ഈ പ്രശ്നം ഉണ്ടായിക്കൊണ്ട് വന്നത് അത് ഒരു നിസ്സാര കാര്യം സോൾവ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു പ്രസ്താവനയോ അദ്ദേഹത്തിന്റെ ഒരു കുത്തിത്തിരിപ്പാണ് ഇപ്പൊ ഇത്രയും വലുതാകാൻ കാര്യം. അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ഇത് നടത്തിയത്? വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണോ? അതോ എക്കാലത്തും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളെ മുന്നിൽ കണ്ടുകൊണ്ട് ഒരു വർഗീയ ചെയ്തി ഇവരുണ്ടാക്കി ഒരു വോട്ട് കിട്ടുമെന്നുള്ളതാണ് ഒരു രാഷ്ട്രീയക്കാരുടെ ലക്ഷ്യം. അപ്പൊ അങ്ങക്ക് എന്ത് തോന്നുന്നു, ഈ ഹിജാബ് വിവാദം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ? ഒരിക്കലും ഉണ്ടാവത്തില്ല ഹിജാബില്ല. കാരണം ഇതിപ്പോ ഈ ഹിജാബ് ഒരിക്കലും പ്രതിഫലിക്കത്തില്ല. കാരണം ഇതിന് ഈ ഒരു 2 വർഗീയ ചേരികളായിട്ട് തിരിക്കുകയാണ്. ഇപ്പോ അങ്ങനെ തിരിച്ചു വരുമ്പോൾ അത് പിന്നെ നമ്മുടെ മതേതര കേരളത്തിനൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കേസ് ഇങ്ങനെ നിസ്സാര കാര്യങ്ങൾ പെരുപ്പിച്ച് കൊണ്ടുവന്നിട്ട് ഇപ്പൊ തന്നെ അതൊന്ന് കണക്കെടുക്കാൻ പോകുന്നൊക്കെ പറഞ്ഞു കിട്ടും. എന്റെ ഈ ഹിജാബ് ധരിക്കുന്ന ആൾക്കാരുടെ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഇതിനു മുമ്പ് എന്റെയൊക്കെ ചെറുപ്പകാലത്ത് ഇതുപോലെ സമസ്യകളൊന്നുമില്ല. ഞങ്ങൾ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലും ക്രിസ്ത്യൻസിന്റെ കൂട്ടത്തിലും ഒക്കെ ഇങ്ങനെ മിങ്കിൾ ചെയ്ത് പോയ കൂട്ടത്തിലുള്ളവരാണ്. ഇതൊന്നും ഈ വേർതിരിവുണ്ടാകും. ഇപ്പോഴാണ് ഈ വേർതിരിവ് വന്നത്. ഈ വേർതിരിവ് വരാൻ കാരണം ഈ രാഷ്ട്രീയ മുതലെടുപ്പ് എന്ന് പറഞ്ഞാൽ ചില പിന്നെ തീവ്രമായ വർഗീയവാദം പുലർത്തുന്ന ആൾക്കാരുടെ നിലനിൽപ്പിന് വേണ്ടി, അവരുടെ പണ്ഡിതന്മാരുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു സംരംഭം കൂടാണിത്. അല്ലാതെ ഇതിനകത്തുനിന്ന് ഇപ്പൊ ഒരാള് കുറെ പേർ കാത്തുനിന്നുകൊണ്ടാണ് അങ്ങനെ അഭിപ്രായം വളരെ കൃത്യമാണ്. ഡേവിഡ് വിജയ് എന്നോടൊപ്പം ചേരുന്നത് പള്ളുരുത്തിയിൽ നിന്നാണ്. ശ്രീ ഡേവിഡ് വിജയ്, ബാബുമോൻ എന്നോട് പറയുന്നത് ഷോൺ ജോർജ് വർഗീയത ഇളക്കാൻ പോയതാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ പ്രതികരണങ്ങൾ. അജിത് കുമാർ സമസ്ത ലീഗ് ജമാഅത്ത് ഇസ്ലാമി ആര് വേണമെങ്കിലും കണക്കെടുക്കട്ടെ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ശ്രീ ഡേവിഡ് വിജയ് പള്ളുരുത്തി, അങ്ങ് ഈ രാജ്യമൊക്കെ സഞ്ചരിക്കുന്ന ഒരാളാണ്. അപ്പോൾ എന്ന് മാത്രമല്ല പള്ളുരുത്തിക്കാരനാണ്. ഈ സംഭവം നടക്കുന്നിടത്ത് കുറച്ച് അകലല്ലേ ഉള്ളൂ എന്റെ വീട്ടിലേക്ക്. അത് ഞാൻ വിട്ടുപോയി കേട്ടോ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് ശരിയാണ് അങ്ങ് ചൂണ്ടിക്കാണിച്ചത്. കാരണം ഞാനൊരു കാര്യം പറയാം. ഈ രക്ഷാകർത്താവ് എന്ന് പറഞ്ഞ ചങ്ങായി ഉണ്ടല്ലോ, ഇദ്ദേഹത്തിന് ഞാനൊരു ക്രിസ്ത്യാനിയായതുകൊണ്ട് അവരെ അനുകൂലിച്ച് സംസാരിക്കാമെന്ന് വിചാരിക്കരുത്. ഇദ്ദേഹത്തിന് എന്തെങ്കിലും അവിടെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആദ്യം കയറി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്കും അമേരിക്കൻ പ്രസിഡന്റിനെയൊന്നുമല്ല കോൺടാക്ട് ചെയ്യേണ്ടത്. ഇവിടെ ഒന്നുമില്ലെങ്കിൽ നമ്മളുടെ ഇവിടെ CPM-ന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി നല്ല അസല് സൗമ്യനായ മനുഷ്യനാണ് റിയാദ്. റിയാദാണ്. അദ്ദേഹത്തിനെ വിളിച്ചോണ്ട് പോവാ. അതല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഈ ചങ്ങായി ഈ സംഭവം നടക്കുന്ന സ്കൂളിന്റെ ഇരിക്കുന്ന വാർഡിൽ ഒരു കൗൺസിലർ ഉണ്ട്, തമ്പി സുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം ഇപ്പൊ കൗൺസിലർ അല്ല, അവിടെ പിന്നെ വനിതാവാദാക്കിയതുകൊണ്ട് എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹത്തെ വിളിച്ചോണ്ട് പോകാൻ പാടില്ല. ഈ വാക്കുകൾ അവരൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്കൊരു വലിയ അംഗീകാരമാണ് കേട്ടോ. അവരുടെ പ്രവർത്തനത്തെ ശാഖനീയം എന്ന് വിശേഷിപ്പിക്കുന്നു. അതുപോലെ അൻസിയ എന്ന് പറഞ്ഞിട്ടൊരു പെൺകുട്ടിയാണ് ഇവിടുത്തെ ഡെപ്യൂട്ടി മേയർ. അവർ തത്തോട്ടിട്ട കാലത്തെയാണ് ഇവിടുന്ന് കോർപ്പറേഷൻ ഓഫീസിൽ പോകുന്നവരുടെ വണ്ടിയിൽ പോകണം. ഇങ്ങനത്തെവരൊന്നും കോണ്ടാക്ട് ചെയ്യാതെ ഈ ഹൽക്കുലിത്ത ഓർഗനൈസേഷനെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് ചെന്നിട്ട് ഇത്രയും ചെറിയ വിഷയം ഒരു ഡോക്ടറെ അടുത്ത് പോണതിന് ഒരു ആക്യുപങ്ചറുകാരന്റെ അടുത്ത് പോയിട്ട് ചത്തുപോയി എന്ന് പറയുന്നതിന് തുല്യാക്കി തീർത്തില്ലേ? ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമുള്ള സ്ഥലമല്ലേ. ഇപ്പൊ താങ്കളുടെ അടുത്ത് ഒരാൾ ചൂടാവുന്നേ അങ്ങണ്ടു 3-ാം ദിവസമാണല്ലോ അത് ചർച്ച ചെയ്യുന്ന, അതിനുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്
ഇതെന്താ സംഭവം? ഇങ്ങനെയൊന്നും അത് ഈ പ്രദേശം അങ്ങനെയൊന്നും അല്ല. ഇവിടേക്ക് ഞങ്ങൾ ഈ ഇങ്ങനെ ചില ഓർഗനൈസേഷൻ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ചാടിക്കയറുന്നവരെ ആദ്യം സൂക്ഷിക്കേണ്ടത്. നാളെ ക്രിസ്ത്യാനികളുടെ ഒരു തീവ്രവാദ സംഘടന ഉണ്ടായാലും ഞാൻ അതിനെ എതിർക്കും. കാരണം ഇവിടെ എന്റെ മകൾ പഠിച്ചുകൊണ്ടിരുന്ന ഇവിടെയല്ല, ഇവിടുന്ന് ഞാൻ താമസിക്കുന്ന ഇന്ന സ്ഥലത്താണ്, പള്ളുരുത്തിന് തോപ്പുംപടിയോട് ചേർന്ന സ്ഥലത്താണ്. എന്റെ മകളുടെ ഒപ്പം സിംല എന്നൊക്കെ പറഞ്ഞ് ഇത്ര മുസ്ലിം പെൺകുട്ടികൾ പോരുന്ന അവിടെ അവർ ലേഡീസ് ഇതിന്റെ 5 ഇരട്ടി സ്ട്രെങ്ത് ഉള്ള ഒരു സ്കൂളാണത്. അവിടെ അകത്തേക്ക് കയറുമ്പോഴേക്ക് അവരവിടെ ആ തട്ട് എടുത്ത് വെച്ചും തിരിച്ചു വരുമ്പോ അത് ഇടും. അത് പുറത്തിറങ്ങുമ്പോ ഒരു കുഴപ്പമില്ലാതെ പോയിരുന്ന. ഇതിപ്പോ എന്താ സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ ഇവർ ചോദിക്കുന്ന ഒരു ചോദ്യത്തില് ഞാൻ അങ്ങനെ മതം ചിന്തിക്കുന്ന ആളല്ല, താങ്കൾ പ്രത്യേകിച്ച് തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ഞാൻ പഴയ ഒരു ഇടതുപക്ഷക്കാരനാണെന്ന് താങ്കൾക്ക് എന്നെ അറിയാലോ. അപ്പൊ ചുരുക്കം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വിഡ്ഢി ചോദ്യമാണ് ചോദിക്കുന്നത്. സിസ്റ്റർ തലയിൽ എന്തിനാ ശിരോവസ്ത്രം ഇട്ടിരിക്കുന്നത്? ഇപ്പൊ ഇന്ത്യയിൽ ഒരു സന്യാസി മുഖ്യമന്ത്രി ആയത് ആദ്യം. ഒരു മുഖ്യമന്ത്രി സന്യാസി ആയിട്ടുണ്ടാവും, പക്ഷെ ഒരു സന്യാസി മുഖ്യമന്ത്രി ആവുന്ന ആദ്യം ഉത്തർപ്രദേശിൽ. അയാളോട് അയച്ചു വെക്കടാ കാവിന്ന് വരിക്കുക എന്ന് പറയാൻ പറ്റുമോ? യോഗി ആദിത്യനാഥിന്റെ അടുത്ത് അവിടെ ഗോരഖ്പൂരിലെ മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും ഹിന്ദുക്കളുടെ ഒക്കെ വോട്ട് നേടിയിട്ടാണ് മുഖ്യമന്ത്രിയായത്. അതുപോലെ സിസ്റ്റർമാരുടെ കോൺഗ്രിഗേഷൻ അനുസരിച്ച് അവരുടെ ശിരോവസ്ത്രത്തിന് വ്യത്യാസമുണ്ട്. അവരുടെ യൂണിഫോമാണ്. അവരുടെ യൂണിഫോമാണ്. കുട്ടികളുടെ യൂണിഫോം കുട്ടികൾ ഇട്ടേ അതിന് സിസ്റ്ററോട് അയക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് ആ പട്ടം കിട്ടുന്ന സമയത്ത് കൊടുക്കുന്നതാണത്. ഇപ്പൊ കൽക്കട്ടയിലെ മദർ തെരേസ അവർ ലൊറേറ്റോ എന്ന് പറഞ്ഞിട്ടൊരു 5 സ്റ്റാർ സന്യാസ സഭ കുട്ടികളെ പഠിപ്പിക്കുന്നതുമായി ഇങ്ങനെയൊക്കെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി സംസാരിക്കുന്നതുകൊണ്ട് തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ഒരു 5 സ്റ്റാർ വലിയ പണക്കാരെ സംരക്ഷിക്കാനുള്ള ഒരു സഭയിലേക്കായിരുന്നു. അവിടെ നിന്ന് അവർ ട്രെയിനിങ് തിരിച്ചിറങ്ങിയതാണ്. എന്നിട്ട് കൽക്കട്ടയിലെ തൂപ്പുകാരുടെ വേഷം അവരവരുടെ സന്യാസവസ്ത്രമായിട്ട് സ്വീകരിച്ചു. ഇന്നും മിഷണറീസിന്റെ കണ്ടിട്ടില്ല സിസ്റ്റേഴ്സിന് ഒരു സാരി തലയിലിട്ടിട്ട് കൽക്കട്ടയിലെ തൂപ്പുകാരൻ നമ്മൾ ഇപ്പോഴത്തെ തൊഴിൽ എന്താ പറയുന്നത് ഹരിതകർമ്മസേനയുടെ ഒക്കെ മാതിരിയുള്ള ഏറ്റവും താഴ്ന്ന ലെവലിൽ ഇന്നലേക്ക് ഇറങ്ങി തിരിച്ചു. ശരി, അപ്പൊ നമ്മൾ സമയം അതിക്രമിച്ചുകൊണ്ടാണ് അങ്ങനെ അഭിപ്രായം വ്യക്തമാണ്. അപ്പൊ നമ്മുടെ ബിനോയ് പള്ളുരുത്തിയിൽ നിന്ന് ചേരുന്ന ബിനോയുടെ ഒരു അഭിപ്രായം ഇതിൽ കേൾക്കണമെന്ന് ഞാൻ വിചാരിക്കുകയായിരുന്നു. ബിനോയ്, ഇത് അവിടെ ഒരു പ്രശ്നം ഉണ്ടായി. അപ്പോൾ ഈ നമ്മുടെ പള്ളുരുത്തിക്കാരനായ നമ്മുടെ ഡേവിഡ് വിജയ് പറയുന്നത് അവിടുത്തെ മേയറെ വിളിക്കാമായിരുന്നു, അല്ലെങ്കിൽ അവിടുത്തെ കൗൺസിലറെ വിളിക്കാമായിരുന്നു, CPM-ൻ്റെ ഏരിയ സെക്രട്ടറി ഒന്നും വിളിക്കാതെ വേറെ ചില ആളുകളെ വിളിച്ചു. അത് പ്രശ്നം വഷളാക്കി. ഈ പ്രശ്നം പരിഹരിക്കാൻ ചില കോൺഗ്രസ്സുകാർ പോയി. അതും പക്ഷേ പിന്നീട് അത് വീടും അതിനപ്പുറത്തേക്ക് കാര്യങ്ങളെത്തി. അങ്ങനെ ഇത് പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ മൊത്തത്തിലൊരു മുസ്ലിം മതസ്വാതന്ത്ര്യത്തെ ഹനിക്കാനൊരു നീക്കം നടക്കുന്നു എന്നൊരു സന്ദേശം ഒരു വിഭാഗം പ്രചരിപ്പിക്കുന്നു. അതിന് അനുസൃതമായി ചർച്ച നടത്തുന്നു. ഇനി ആ ചർച്ചയും ഈ കണക്കെടുപ്പും ഒക്കെ തീരുമ്പോൾ ഇത് പ്രശ്നം കൂടുതൽ വഷളാകുമോ അതോ പ്രശ്നം പരിഹരിക്കാൻ കഴിയും എന്നാണോ അങ്ങ് കരുതുന്നത്? ഈ ഒരാഴ്ചയായിട്ട് ഈ ഒരു വിഷയം നടന്നിട്ട് ഞാൻ മനഃപൂർവ്വം അഭിപ്രായം പറയാതിരുന്നതാണ്. കാരണം ഇത് നമ്മൾ അഭിപ്രായം പറഞ്ഞാൽ നിൽക്കുന്ന ഒരു വിഷയമല്ല സത്യത്തിൽ. പക്ഷെ ഇതിനകത്ത് മനു സൂചിപ്പിച്ചത് പോലെയാണ് എനിക്ക് പറയാനുള്ളത്. ഇത് സത്യത്തിൽ ഒരു ഒരു ക്രിസ്ത്യൻ മുസ്ലിം പ്രശ്നമാക്കി ചില ആളുകൾ മാറ്റുന്നുണ്ട്. പക്ഷെ ഈ രാജ്യത്ത് അല്ലെങ്കിൽ ഈ നാട്ടിൽ ക്രിസ്ത്യാനിയും മുസ്ലിങ്ങളും തമ്മിൽ ഒരു പ്രശ്നവുമില്ല. ഏറ്റവും നല്ല മതസൗഹാർദ്ദമായി ജീവിക്കുന്ന ആളുകളാണ്, പ്രത്യേകിച്ച് ഇന്ത്യയിൽ എല്ലാവരും തമ്മിൽ. ഇത് ബഹുസ്വരതയുടെ നാടാണ്. ഇത് യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി, അതായത് നാനത്വത്തിൽ നിന്ന് ഏകത്വമുള്ള നമ്മളെ നാട്ടിനെ ചിലർ ചേർന്നു വെട്ടിമുറിക്കാൻ ശ്രമിക്കുന്നു. ഈ സ്കൂളിലെ ചെറിയ ഒരു വിഷയം അവിടെ ലോക്കലായിട്ട് തീരാവുന്ന വിഷയം, ഞാൻ ഉൾപ്പെടുന്ന പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ MP-യും അവിടുത്തെ MLA-യും ഞങ്ങളാ അത് ഇടപെട്ട് തീർത്ത് അത് പോയ ഒരു വിഷയമാണ്. അത് ആ വിദ്യാർത്ഥിനിയുടെ പിതാവ് അനസ് അദ്ദേഹത്തിനെ നിർത്തിക്കൊണ്ട് വാർത്താ സമ്മേളനം MP ഒക്കെ നടത്തി തീർന്ന വീണ്ടും ഇത് പൊടിതട്ടി എടുത്ത് കൊണ്ടുവന്ന് ഒരു പ്രശ്നമാക്കിയതിനോട് എനിക്കൊരു വിയോജിപ്പാണ്. അതിന് ആ സ്കൂൾ മാനേജ്മെന്റും ആ പ്രിൻസിപ്പൽ സിസ്റ്റർ ഹെലീനയും നിന്നു എന്നുള്ളതാണ്. ആ സിസ്റ്റർ ഹെലീനയുടെ അന്ന് വരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ പത്രസമ്മേളനത്തിൽ എന്തോ ഇതിന്റെ പിന്നിൽ ആരോ ഉണ്ട്. അപ്പോൾ സമയം കഴിഞ്ഞത് കൊണ്ടാണ് ഏതായാലും അങ്ങയുടെ അഭിപ്രായം വളരെ കൃത്യമാണ്. നമുക്ക് കൂടുതൽ വിഷയം വീണ്ടും ചർച്ച ചെയ്യാം, സമയം ആളുകൾക്ക് കിട്ടി. അപ്പോൾ ചിലർ പറയുന്നത് നിർത്താനാണ് പറയും ചർച്ച. ഏതായാലും ആളുകൾക്ക് പറയാൻ സമയം കിട്ടാത്ത സാഹചര്യമാണ്. അപ്പോൾ ഞാനിത് ന്യൂസ് 18 ഈ വിഷയം യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ച ചെയ്തു. ഇങ്ങനെ ഭീതിതമായൊരു സാഹചര്യം ഹിജാബിനുണ്ടോ, ഇത് ഇപ്പോൾ ആളുകൾ ഇതിനെ ഭയന്നു തുടങ്ങിയോ എന്നൊക്കെ ചോദിച്ചപ്പോൾ 68% ആളുകൾ ഇത് ഭയം സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്ന ഒരു വോട്ടിങ്ങാണ് നടത്തുന്നത്. അപ്പോൾ അത് ഭയങ്കരമായി എന്നെയും അത്ഭുതപ്പെടുത്തുന്നൊരു വിഷയമാണ്.
അപ്പോൾ അത് മാറാൻ എല്ലാവരും കൂട്ടായി പ്രയത്നിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ബാബുമോൻ പറയുന്ന ഈ കന്യാസ്ത്രീ RSS കാര്യം എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയണം. ഓക്കെ, അപ്പോൾ നമ്മുടെ പൊതുവേദി ഇന്ന് സമാപിക്കുകയാണ്. പക്ഷേ ഒരു കാര്യം പൊതുവേദിക്ക് തറപ്പിച്ച് പറയാനുള്ളത്, ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒച്ച വെച്ചതുകൊണ്ടോ പൊതുവേദി ഏതെങ്കിലും വിഷയത്തിൽ നിന്ന് മാറിപ്പോകും എന്നാരും ധരിക്കേണ്ട. കൂടുതൽ ആർജവത്തോടെ വർദ്ധിത വീര്യത്തോടെ ഞങ്ങൾ വീണ്ടും വരും. നാളെ വീണ്ടും കാണാം. നന്ദി.